പണ്ടുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട. അതിൻ്റെ അർത്ഥം ഇന്ന് രാത്രി നിങ്ങളോട് പങ്കുവെക്കുവാൻ എനിക്കുള്ള ആത്മനിയോഗം, ഇന്നലകൾക്കൊരു വ്യത്യാസം തരുവാൻ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ഇന്നലത്തേത് തെറ്റാണെന്നോ ഇന്നലത്തേത് മോശമാണെന്നോ അല്ല ഞാൻ പറഞ്ഞത്. ഇന്നലെ കണ്ടതിൻ്റെ ഒരു കൊയ്ത്ത് 2023 ദൈവസഭ കാണണം. 1 എന്ന് പറഞ്ഞതിനെ 100 മാറ്റുന്ന ഒരു ദൈവത്തിൻ്റെ വർധനവുണ്ട്. ഞാൻ ആത്മീയ വിഷയമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. പണം ഇരട്ടിപ്പിക്കുന്ന കാര്യമല്ല പറയുന്നത്, 1 വെച്ചാൽ 2 കിട്ടുമെന്നുള്ള കാര്യമല്ല പറയുന്നത്. ആത്മീക വർധനവ്, ദൈവസഭയുടെ ആത്മീക വർധനവിൻ്റെ കാലഘട്ടമായി മാറണം. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 9:31. അങ്ങനെ യഹൂദ, ഗലീല, ശമരിയ തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലുമുള്ള സർവ്വസഭയ്ക്കും സമാധാനമുണ്ടായി. ആ സമാധാനം ഉണ്ടായതിൻ്റെ ലക്ഷണമായി അവർ ആത്മീക വർധനവ് പ്രാപിച്ചു, കർത്താവിനോടുള്ള ഭക്തിയിൽ വർദ്ധിച്ചു, പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിൽ നടന്നു, സഭ പെരുകാൻ തുടങ്ങി. ഹല്ലേലൂയ. 4 കാര്യങ്ങൾ സംഭവിച്ചാൽ 5-ാമത്തേത് തന്നെ നടന്നോളും. എന്തൊക്കെയാണ് സംഭവിക്കേണ്ടത്? ദൈവസഭയ്ക്കകത്തൊരു സമാധാനം ഉണ്ടാകണം. സമാധാനം എന്ന് പറഞ്ഞാൽ അടിയും വഴക്കും തീർന്നെന്നല്ല, ദൈവത്തോടുള്ള സമാധാനം, മനുഷ്യരോടുള്ള സമാധാനം. ക്രൂശിൽ കൂടെ സാധ്യമാക്കിയത് നിരപ്പിൻ്റെ ശുശ്രൂഷയാണ്. അവൻ നമ്മുടെ സമാധാനം ഇരുപക്ഷത്തെയും ഒന്നാക്കി. അകന്നുപോയ മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിച്ചതാണ് സമാധാനം. അപ്പോൾ സമാധാനം എന്ന് പറഞ്ഞാൽ ദൈവമക്കൾ ദൈവത്തിലേക്ക് മടങ്ങി വരുന്നതാണ് സമാധാനം. പൂർണ്ണമായി ദൈവത്തിലേക്ക് മടങ്ങി വരിക. അങ്ങനെ മടങ്ങി വന്നപ്പോൾ അവർ ആത്മീക വർധനവ് പ്രാപിച്ചു. ആത്മീക വർധനവ് പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ, ഒരു വൃക്ഷം വളർന്നു എന്ന് പറഞ്ഞാൽ അത് ലോകം കാണുന്നതാണ്. തടി അല്ലല്ല, അതിൻ്റെ കൊമ്പ്, ഇല, ഫലം, പൂവ് ഒക്കെ ലോകം കാണുന്നു. ഇന്ന് രാവിലെ ഓർപ്പിച്ച പോലെ അതിൻ്റെ യഥാർത്ഥ വളർച്ച മുകളിലോട്ടല്ല, താഴോട്ടാണ്. മണ്ണിൽ വേരിറങ്ങുന്ന പോലെ വചനത്തിലും ആത്മാവിലും സ്നേഹത്തിലും വിശുദ്ധിയിലും വേരിറങ്ങുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന വളർച്ചയാണ് ആത്മീക വർധനവ്. ഹല്ലേലൂയ. അങ്ങനെ ആത്മീക വർധനവ് പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തി, ഫിയർ ഓഫ് ഗോഡ്, ദൈവഭയം ദൈവസഭയുടെ സ്വത്തായി മാറും. മനുഷ്യഭയമല്ല, ദൈവഭയം. കർത്താവിനോടുള്ള ഭക്തിയിലും പിന്നെ നടക്കുന്നത് എങ്ങനെയാ? പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിൽ. ആലോചനക്കാരനായി പരിശുദ്ധാത്മാവ് കൈപിടിച്ച് നടത്തുന്ന വർഷമായി 2023 തീരണം. ദൈവാലോചനയ്ക്ക് ചെവി കൊടുക്കുന്ന ജനമായി മാറണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നടക്കുവാൻ തുടങ്ങിയപ്പോൾ സഭ എണ്ണത്തിൽ പെരുകാൻ തുടങ്ങി. ഇന്ന് രാത്രി എനിക്ക് നല്ല ഉറപ്പാണ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിന് ചെവി കൊടുത്തത് കൊണ്ടാണ് ഈ സ്ഥലത്തും ദൈവസഭയെ ദൈവം വർദ്ധിപ്പിച്ചത്. അല്ലാതെ വേറൊരു ഗിമിക്കുമില്ല, വേറൊരു പരിപാടിയുമില്ല. ദൈവാലോചനയ്ക്ക് ആരൊക്കെ എല്ലാ കാലത്തും ചെവി കൊടുത്തിട്ടുണ്ടോ അവിടൊക്കെ ദൈവസഭകൾ എണ്ണത്തിൽ പെരുകിയിട്ടുണ്ട്. 23 വിശേഷാൽ ദൈവത്തിൻ്റെ സഭയുടെ വളർച്ചയുടെ കാലഘട്ടമായി മാറട്ടെ എന്ന് ഞാൻ ആത്മാവിൽ ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഇന്നലെ നടന്നതിൻ്റെ ഒരു വർധനവ് നമ്മുടെ ഇടയിൽ ഉണ്ടാകണം എന്ന ആശയോടുകൂടെ ഈ വചനം ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. പണ്ടുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, മുമ്പുള്ളവയെ നിങ്ങൾ നിരൂപിക്കേണ്ട. ഇതാ ഞാൻ പുതിയത് ഒന്ന് ചെയ്യുന്നു. 6 കാര്യങ്ങൾ, 6 സംഭവങ്ങൾ ഞാൻ സമയമുണ്ടെങ്കിൽ നിങ്ങളുമായി പങ്കുവെക്കാം. എല്ലാം പറയണമെന്ന് നിർബന്ധമില്ല. ആത്മാവിന് നിയോഗമുള്ളത് നിങ്ങളോടുമായി സംസാരിക്കുമാറാകട്ടെ. വളരെ സുപരിചിതമാണ്. 1-ാം ഭാഗം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നലത്തെ ആരാധനയിൽ നിങ്ങൾ കണ്ടതിൻ്റെ 1000 മടങ്ങ് അടുത്ത ആരാധനയിൽ നിങ്ങൾ കാണും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? രാത്രിയാണ്, ക്ഷീണമൊക്കെ ഉള്ള സമയമാണ്. വിശ്വാസത്തിൽ മാത്രം ക്ഷീണിക്കരുത്. കഴിഞ്ഞ 3 വർഷക്കാലം കോവിഡിൻ്റെ പ്രയാസമാണ്. ഇപ്പോഴും ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. കോവിഡുണ്ട്. എനിക്ക് 3 പ്രാവശ്യം വന്നു, അതുകൊണ്ട് വളരെ സന്തോഷമാണ്. കോവിഡിന് ഒരു കുഴപ്പമില്ല. അപ്പം പണ്ട് ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് എന്ന് പറയും, എവിടെ പോയാലും ആൾക്കാരെ ഉത്തേജിപ്പിക്കുന്ന പ്രസംഗകർ, അവർ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഭാഷയുണ്ട്, ബി പോസിറ്റീവ്. എവിടെ ചെന്നാലും പറയും എല്ലാവരും ബി പോസിറ്റീവ്. പക്ഷേ കഴിഞ്ഞ 3 വർഷമായിട്ട് പോസിറ്റീവ് എന്ന് കേട്ടാൽ എല്ലാവർക്കും പേടിയാണ്. കാരണം പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ പിന്നെ പേടിയുള്ള ഒരു 3 വർഷമായിരുന്നുകൊണ്ട് എല്ലാവരും കേൾക്കാൻ ഇഷ്ടപ്പെട്ടത് നെഗറ്റീവ് എന്നാണ്. ഈ കോവിഡിൻ്റെ കാര്യമാണ്. അങ്ങനെ ആയിരിക്കാം പൗലോസ്, ഹല്ലേലൂയ, 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കണം. ഈ കോവിഡ് ടെസ്റ്റ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് പരിശോധിക്കുന്ന പോലെ രാവിലെ എഴുന്നേറ്റ ഒരു ആത്മീയ എക്സസൈസ് നടത്തണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് തന്നെത്താൻ ശോധന ചെയ്യണം.
വേറെ ഒരാൾ പറഞ്ഞിട്ടല്ല, വി നീഡ് ടു എക്സാമിൻ അവേഴ്സെൽഫ്, തന്നെത്താൻ ശോധന ചെയ്യണം. നാം ഈ പദം സാധാരണ ഉപയോഗിക്കുന്നത് കർത്താവിൻ്റെ തിരുമേശ വരുമ്പോഴാണ്. അല്ലയ്യ, നിങ്ങൾ തന്നെത്താൻ എന്ത് ചെയ്യണം? ശോധന ചെയ്യണം. ഇവിടെ പറയുന്നത് വിശ്വാസത്തിലിരിക്കുന്നോ, നാം ഒരു ടെസ്റ്റ് നടത്തേണ്ട കാലമാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഈ ആരാധനയുടെ അളവ് വർദ്ധിപ്പിക്കണം. സ്തോത്രം. ഒരു വർധനവിനായി കൊതിക്കുന്ന കാലഘട്ടമായിരിക്കണം 2023. നമുക്ക് 2 വാക്യങ്ങൾ നോക്കാം. എന്താണ് ആരാധനയുടെ വർധന? വിശ്വാസത്തോടും സമർപ്പണത്തോടും നിങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏത് കണ്ണുകൊണ്ട് ദൈവമഹത്വം കണ്ടോ അതിൻ്റെ 100 മടങ്ങ് ഈ വർഷം തരുവാൻ ദൈവം വിശ്വസ്തനാണ്. അല്ലെ, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ വേഗം വായിക്കും. ഉൽപ്പത്തി 22-13. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ചു, തന്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. മതി. സ്തോത്രം. ഈ വാക്യം വായിച്ച് കേൾപ്പിക്കുകയോ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ ഒരു സന്ദേശം പറയുവാൻ വേണ്ടി ആ വാക്യം വായിച്ചു എന്നേ ഉള്ളൂ. സ്ഥലം മോറിയ മല. 3 പേരേ ഉള്ളൂ അന്നത്തെ സഭായോഗത്തിന്. എത്ര പേരുണ്ട്? 3 പേര്. സ്തോത്രം. 3 പേരുണ്ടെങ്കിലും ആരാധന വെളിപ്പെടും. 3000 ഉണ്ടെങ്കിലും വെളിപ്പെടും, 30,000 ഉണ്ടെങ്കിലും വെളിപ്പെടും. എന്നാൽ 3-ൽ വിശ്വസ്തരാണെങ്കിൽ അതിനെ 30,000 ആക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അത് പറയാനാണ് ഇന്ന് രാത്രി ഞാൻ വന്നത്. സ്തോത്രം. ഈ ആരാധനയിൽ 3 പേരേ ഉള്ളൂ. ഒന്ന് അബ്രഹാം, അല്ലല്ലേ, ദൈവശബ്ദം കേട്ട ഒരു അബ്രഹാം, അല്ലെ, വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട് വേർപാടും വിശുദ്ധിയും ജീവിതത്തിൻ്റെ നിഷ്ഠയായി കാത്തുപരിപാലിച്ച ഒരു ഭക്തൻ. 2, അനുസരിക്കുന്ന ഒരു മകൻ, ഓടിപ്പോകാത്ത മകൻ. അല്ലേയ, ഈ അപ്പച്ചൻ്റെ കൂടെ നടന്ന ആലയത്തിലേക്ക് വിറകുമെടുത്ത് കൊണ്ടുപോകുന്ന ഇസഹാക്ക് ഒരു ആവേശം തന്നെ. അല്ലേ, ഏകദേശം 120 വയസ്സുള്ള അപ്പച്ചനും 20 വയസ്സുള്ള മോനും ഒരുമിച്ച് പള്ളിയിൽ പോകുന്നൊക്കെ പറഞ്ഞ എൻ്റെ കൂട്ടത്തിലുണ്ടേ. സ്തോത്രം. പിന്നെ 2, വെട്ടുന്നവനും വെട്ടുകൊള്ളുന്നവനും ഒരുമിച്ച് നടക്കുന്ന വർഷം. ക്രൈസ്തവ പാസ്റ്റർ അങ്ങനെ പറഞ്ഞൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നതല്ല. വെട്ടുന്നവനും വചനം കൊണ്ടുള്ള വെട്ട് കേൾക്കാൻ തയ്യാറുള്ളവർ ഒരുമിച്ച് നടക്കണം. എരിയുന്ന വിറക് തോളിലെടുക്കുവാൻ സമർപ്പണമുള്ളവർ ആലയത്തിൽ എഴുന്നേറ്റ് വരണം. അല്ലല്ലോ, യാഗവസ്തുവിനെ ചുമക്കുന്നത് പോലെ യാഗപീഠത്തിൽ, ആ പാട്ടൊക്കെ അനുഗ്രഹിക്കപ്പെട്ട പാടത്തെ ബലിപീഠത്തിൽ തന്നെ സമർപ്പിക്കുന്ന ദിവസങ്ങളായി മാറണം. അങ്ങനെ ഒരപ്പൻ, വിശ്വാസത്തിൻ്റെ തീഷ്ണതയിൽ നിൽക്കുന്ന ഈ അപ്പൻ, അനുസരണത്തിൻ്റെ ഉച്ചകോടിയിൽ നിൽക്കുന്ന ഒരു മകൻ, ദൈവം വെച്ച പരിധിയിൽ നിന്ന് ഓടിപ്പോകാത്ത ഒരാട്ടുംകുട്ടി. ഈ 3 പേര് ചേർന്നൊരു സഭായോഗമാണ് മോറിയ മലയിൽ നടന്നതെങ്കിൽ ദൈവം അതിനെ അങ്ങ് മാർക്കിട്ടു. ഇതിൻ്റെ ചരിത്രം ഞാൻ മാറ്റാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്വർഗം ഒരുത്തടത്ത് അടയാളമിട്ടാൽ അതിൻ്റെ ചരിത്രം മാറിയിരിക്കും. ദൈവം അടയാളമിട്ടാൽ ചരിത്രം മാറും. ദൈവം കുറിച്ചാൽ ചരിത്രം മാറും. ദൈവം തൊട്ടാൽ ചരിത്രം മാറും. ഇന്ന് രാത്രി മാനുഷിക കരങ്ങളല്ല, സ്വർഗത്തിൻ്റെ സ്പർശനം നിന്റെ തെരുനെറ്റിക്ക് വീണാൽ, ദൈവത്തിൻ്റെ കരം നിന്റെ തോളിൽ വീണാൽ, ദൈവത്തിൻ്റെ കരം കുഞ്ഞെ നിന്റെ തലയിൽ വീണാൽ, നിന്റെ ചരിത്രത്തിൻ്റെ ഗതിവിഗതികളെ ആകമാനം അടിമുറി മാറ്റുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രിയും ഇവിടെ വെളിപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ ഒരപ്പൻ, ഒരു ആട്, ഒരു മകൻ, 3 പേര് മാത്രമുണ്ടായിരുന്ന ഒരു കൂട്ടം അല്ലെങ്കിൽ സഭ, ഒരു ആരാധന. അതിന് കാലപ്പഴക്കത്തിൽ എന്തുണ്ടായി എന്ന് നമുക്ക് നോക്കാം. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം 1-ാം വാക്യം പ്രാരംഭത്തിൽ വായിക്കാം. 2 ദിനവൃത്താന്തം 3:1. അനന്തരം ശലോമോൻ യെരൂശലേമിൽ തന്റെ അപ്പനായ ദാവീദിനും യഹോവ പ്രത്യക്ഷനായ മോറിയ പർവ്വതത്തിൽ യെബൂസ്യനായ ഒർന്നാന്റെ കളത്തിങ്കൽ ദാവീദ് വട്ടം കൂടിയിരുന്ന സ്ഥലത്ത് യഹോവയുടെ ആലയം പണിവാൻ തുടങ്ങി. ദാവീദിന് ശേഷം സിംഹാസനത്തിലേക്ക് ദൈവം കൈപിടിച്ചുയർത്തിയ ജ്ഞാനിയായ ശലോമോൻ രാജാവ്. ദാവീദിന്റെ ഹൃദയത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നല്ലൊരു ആലയം പണിയണം. അതിനുവേണ്ടി കടൽ പോലെ സമ്പത്തുകൾ അല്ലെങ്കിൽ ധനം സ്വരൂപിച്ചു കൂട്ടി. പക്ഷെ ദൈവം പറഞ്ഞു, നീ അല്ല ആലയം പണിയുന്നത്, നിന്റെ മകനെ കൊണ്ടാണ് ആലയം പണിയിക്കുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ നിയോഗത്താൽ ലോകം കണ്ട ജ്ഞാനിയും ലോകം കണ്ട ധനാഠ്യനും ലോകം കണ്ട ആഡംബരത്തിൻ്റെ എല്ലാ അനുഭവങ്ങളുമുള്ള ശലോമോൻ രാജാവ് ആലയം പണിയുവാൻ തുടങ്ങിയപ്പോൾ തിരഞ്ഞെടുത്ത സ്ഥലം അത് യാദർച്ഛികമല്ല. ദാവീദിന് യഹോവ പ്രത്യക്ഷനായ
മോരിയ പർവ്വതത്തിൽ പ്രൈസ് ദി ലോർഡ് വർഷങ്ങൾക്കപ്പുറത്ത് അല്ലെങ്കിൽ വിശ്വാസത്തോടെ ഇറങ്ങിത്തിരിച്ച ഒരു അപ്പനും അനുസരണത്തോടെ നടന്നു നീങ്ങിയ ഒരു മകനും ഓടിപ്പോകാത്ത ഒരു ആട്ടിൻകുട്ടിയും മാത്രമുണ്ടായിരുന്ന ആരാധന സ്ഥലത്തെ 20 വർഷം കൊണ്ട് പണിതാലും തീരാത്ത ആലയം പണിയുന്ന ആരാധനയുടെ മഹത്വമായി ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങുന്ന, ദൈവത്തിൻ്റെ കൃപയിറങ്ങുന്ന, പുരോഹിതന്മാർക്ക് പോലും ശുശ്രൂഷിപ്പാൻ കഴിയാതെ വണ്ണം അത്രമാത്രം കട്ടിയുള്ള ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങുന്ന ഒരു സ്ഥലമാക്കി ദൈവം മാറ്റിയെങ്കിൽ ഇന്നലത്തെ ആരാധനയെ അതിൻ്റെ 100 മടങ്ങ് ശക്തിയോടെ ഈ പട്ടണത്തിൽ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഞാൻ ആത്മാവിൽ ദൂത് പറഞ്ഞാൽ എത്ര പേരതിന് ആമേൻ പറയും? ഹല്ലേലൂയ. അന്നത്തെ സഭായോഗത്തിന് 3 പേരെ ഉള്ളായിരുന്നു. ഇപ്പോഴോ അതിൻ്റെ 5-ാം അധ്യായം 6-ാം വാക്യം, 2 ദിനവൃത്താന്തം 5:6. ശലോമോൻ രാജാവും അവന്റെ അടുക്കൽ കൂടി വന്നിരുന്ന ഇസ്രായേൽ സഭയൊക്കെയും എണ്ണുവാനും കണക്കെടുപ്പാനും കഴിയാതെ വണ്ണം വളരെ ആടുകളെയും കാളകളെയും ആദ്യമേ എണ്ണി 1, 2, 3 എന്നൊക്കെ എണ്ണി ആടിനെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനി നമുക്ക് എണ്ണാനൊന്നും വയ്യ. അപ്പൊ എണ്ണാനും കണക്കെടുക്കുവാനും കഴിയാതെ ആടുകളെയും കാളയെയും പെട്ടകത്തിന് മുമ്പിൽ യാഗം കഴിച്ചു. ചില വർഷങ്ങൾക്ക് മുമ്പ് ഇതേ മോറിയ പർവ്വതത്തിൽ യാഗമർപ്പിക്കുവാൻ ഒരാട് മാത്രമുണ്ടായിരുന്നുള്ളൂ. കാലപ്പഴക്കത്തെങ്കിൽ വിശ്വസ്തയോടെ ആരാധിച്ച ആരാധനാ സ്ഥലത്തെ എണ്ണിയാൽ ഒടുങ്ങാത്ത ആടുകളെ കൊണ്ട് നിറയ്ക്കുന്ന ഒരു ദൈവത്തിൻ്റെ പദ്ധതി. പണ്ടുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, മുമ്പുള്ളവയെ നിങ്ങൾ നിരൂപിക്കേണ്ട. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ദൂത് കൈമാറുന്നു. ഈ ആലയത്തിനകത്ത് എണ്ണിയാൽ ഒടുങ്ങുവാൻ കഴിയാത്ത ആത്മാക്കളായ ആടുകളെ ആലയത്തിൽ കൊണ്ടുവരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആരൊക്കെ വിശ്വസ്തയോടെ ദൈവത്തെ ആരാധിക്കുന്നു, ആരൊക്കെ സമർപ്പണത്തോടെ ദൈവത്തിന് സ്തോത്രം പറയുന്നു, ആരൊക്കെ ദൈവം വരച്ച വരയ്ക്കകത്ത് നിൽക്കുന്നു, ആരൊക്കെ പ്രമാണത്തിന് ചുമല് കൊടുക്കുന്നു, ആരൊക്കെ പെട്ടകത്തിന് ചുമല് കൊടുക്കുന്നു, ആരൊക്കെ വിശുദ്ധിക്ക് വേണ്ടി എഴുന്നേൽക്കുന്നു, ആരൊക്കെ വേർപാടിന് വേണ്ടി മുന്നിൽ നിൽക്കുന്നു, ആ സ്ഥലത്തെ വർദ്ധിപ്പിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കുടുംബത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും ഇതൊരു ആത്മീക ആരാധനയുടെ വർഷമായി മാറണം. ആലയത്തിൽ സ്തോത്രത്തോടെ കയറണം. ഞാൻ നിന്റെ പ്രാകാരങ്ങളിൽ സ്തോത്രത്തോടും നിന്റെ വലിയ വാതുക്കൽ സ്തുതിയോടും കടന്നു വരുന്ന അങ്ങനെ ഒരു ആത്മീയ അന്തരീക്ഷം സഭയിൽ ഉണ്ടാകാൻ പോകുകയാണ്. ഇവിടെ വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അകത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന ആത്മീയ അന്തരീക്ഷം, അതിൻ്റെ ഒരു പടിയും കൂടെ പുറത്തോട്ട് ചേർത്ത് പറയട്ടെ. ആലയത്തിൻ്റെ റോഡിൽ ഗേറ്റിൽ നിന്ന് കയറുമ്പോഴേ ആരാധനയുടെ സ്തുതി സ്തോത്രങ്ങൾ മുഴങ്ങുന്ന ഒരു വർഷമായി മാറട്ടെ. വാഹനത്തിൽ വരുന്നവരോ കാൽനടയായി വരുന്നവരോ ഒക്കെ അലലിയ തുള്ളിച്ചാടി നൃത്തത്തോടെ സന്തോഷത്തോടും ഉല്ലാസത്തോടും അവർ ദേവാലയത്തിലേക്ക് ചെന്നു എന്ന് നാം വായിക്കുന്ന വചനം അക്ഷരാർത്ഥത്തിൽ ഈ ആലയത്തിൽ നിവൃത്തിയാകട്ടെ. പ്രൈസ് ദി ലോർഡ്. കാലിൻ്റെ മുടന്നു മാറിയവൻ തുള്ളിയും ചാടിയും കൊണ്ട് ആലയത്തിൽ കയറിയത്. അകത്ത് കയറിയിട്ട് സാക്ഷ്യത്തിന് അവസരമുണ്ടെങ്കിൽ വേദപുസ്തകം എടുത്ത് യഹോവ എന്നെ സൗഖ്യമാക്കിയെന്ന് സാക്ഷ്യം പറയാനൊന്നും കാത്തുനിന്നില്ല. ആലയത്തിൻ്റെ പടിവാതിൽക്കളിൽ തന്നെ നൃത്തത്തോടും തപ്പിനോടും കിന്നരത്തോടും നടന്നു വരുന്ന ഈ ആരാധനക്കാരെ കൊണ്ട് ആലയം നിറയപ്പെടുന്ന വർഷമാകട്ടെ. സമർപ്പണത്തോടെ ആരാധിച്ച സ്ഥലത്തെ ആരാധനയുടെ വർധനവ് തന്ന് ഈ വർഷക്കാലം ദൈവം മാനിക്കും. ഹല്ലേലൂയ. ഞാൻ വിശദീകരിക്കാൻ രാത്രി ആയതുകൊണ്ട് സമയം എടുക്കുന്നില്ല. നിങ്ങൾക്കത് സന്ദേശം മനസ്സിലായാൽ മാത്രം മതി. പ്രൈസ് ദി ലോർഡ്. 2 ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം. നിങ്ങളുടെ ഇന്നലകളെ മാറ്റിമറിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളത് തീരുമാനിക്കണം. പ്രൈസ് ദി ലോർഡ്. വേറൊരാൾ വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു തീരുമാനം എടുക്കത്തില്ല. നിങ്ങളുടെ പ്രതിസന്ധികൾ നിങ്ങൾ തീരുമാനമെടുക്കണം. 28-ന്റെ 18-ാമത് വാക്യം യാക്കോബ് അതികാലത്ത് എഴുന്നേറ്റ് 10-11 തുടങ്ങിയിട്ട് 10-11 വാക്യം. എന്നാൽ യാക്കോബ് ബേർഷേബയിൽ നിന്നും പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി. അവനൊരു സ്ഥലത്ത് എത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്ന് എടുത്ത് തലയണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. സംഭവം ഞാൻ പറഞ്ഞില്ല, സുപരിചിതമാണ്. എന്താണ് സംഭവം? പ്രൈസ് ദി ലോർഡ്. അപ്പൻ്റെ വീട് വിട്ട് സഹോദരനെ ഭയപ്പെട്ട് ഓടി ഓടുന്ന യാക്കോബ് തൻ്റെ ജീവിതയാത്രയിലെല്ലിയ ജ്യേഷ്ഠാവകാശം കൈവശമുണ്ട്. പക്ഷെ സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആകാശത്തിലെ മഞ്ഞും ഭൂമിയിലെ പുഷ്ടിയും കൊണ്ട് സ്വർഗം അനുഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ സ്വസ്ഥതയോടെ രാത്രി കിടന്ന്. അപ്പോൾ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ ഓർപ്പിച്ച പോലെ ഈ മണ്ണി പൊട്ടി മുളയ്ക്കുന്നതല്ല അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്. വാരിക്കൂട്ടിയ സമ്പത്തല്ല അനുഗ്രഹം. അനുഗ്രഹം എന്താണെന്ന് നാം ഈ ഭാഗത്തുനിന്ന് പഠിക്കണം. സ്തോത്രമല്ലിയ. അങ്ങനെ ഈ ഓടിയെത്തി ബേർഷേവ സ്ഥലത്ത് അല്ലെങ്കിൽ ബഥേലിലേക്ക് ഓടിയെത്തിക്കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ലൂസ് എന്ന പഴയ സ്ഥലത്ത് സൂര്യനും അസ്തമിച്ചു, ഉള്ള ഇരുട്ട് വെളിച്ചവും പോയി.
അപ്പം ഒരു കല്ല് അവിടെ കിടക്കുന്നു. നമ്മളാണ് എന്ത് ചെയ്തേനെ, പാസ്റ്ററെ പാസ്റ്ററെ കുറച്ച് ദിവസമായിട്ട് എൻ്റെ മുന്നിലൊരു കല്ല് കിടപ്പുണ്ട്, തടസ്സമുണ്ട്, ഒന്ന് പ്രാർത്ഥിച്ച് ശാസിക്കണം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ യാക്കോബ് തീരുമാനിച്ചു, ഇറ്റ്സ് എ പ്രോബ്ലം, ഐ എം ഗോയിങ് ടു ടേൺ ദാറ്റ് പ്രോബ്ലം ഇൻടു എ പില്ലർ. ആ തടസ്സത്തെ തലയണയാക്കാൻ തീരുമാനിച്ചു. തടസ്സത്തെ തലയണയാക്കണം. എൻ്റെ പ്രതിസന്ധി എൻ്റെ സ്വസ്ഥതയ്ക്ക് കാരണമായി തീരുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്യും. നാം പ്രതിസന്ധിയെ നോക്കി പലപ്പോഴും നിലവിളിക്കാറുണ്ട്, നല്ലതാ, നിലവിളിച്ചോ, പക്ഷെ ഭയപ്പെട്ടായിരിക്കരുത്. ഈ പ്രതിസന്ധി എൻ്റെ തലയണയായി മാറും. എൻ്റെ പ്രതിസന്ധി, എൻ്റെ പ്രശ്നം എൻ്റെ ആശ്വാസമായി മാറും. യാക്കോബ് തീരുമാനിച്ചു, അടുത്ത ചുവട് വെക്കുവാൻ കഴിയാതെ ഇരുണ്ട സ്ഥലത്ത് മുഴച്ചു നിൽക്കുന്ന മുനയുള്ള കല്ലാണെങ്കിലും അതിനെ എൻ്റെ പിമ്പിലേക്ക് എടുത്തിട്ട് അതെൻ്റെ തലയണയാക്കുമ്പോൾ അവിടെ തുറക്കും സ്വർഗം. ഹല്ലേലൂയ. ആ തലയിൽ നിന്നാണ് ആ കല്ലിലേക്ക് തല വെച്ചുറങ്ങിയപ്പോൾ യാക്കോബ് തുറന്ന സ്വർഗം കണ്ടു. അപ്പോൾ സ്വർഗവും നിങ്ങളും തമ്മിൽ എന്ത് ദൂരമുണ്ട്? പ്രശ്നം പുറകിൽ പോകുന്ന ദൂരമേ ഉള്ളെന്ന്. മുമ്പിൽ കിടക്കുന്ന തടസ്സം പുറകിലെടുത്ത് വെച്ചാൽ എന്ത് തുറക്കും? എത്ര പേർക്ക് മനസ്സിലായി? കർത്താവെ തുറക്കണമേ, വഴി തുറക്കണമേ, സ്വർഗമേ ഇറങ്ങി വരണമേ. എങ്ങനെ ഇറങ്ങി വരുന്നത്? മുന്നിൽ കല്ല് കിടക്കുകയല്ലേ? അല്ലേ, ഒന്നെങ്കിൽ തിരിഞ്ഞു നിന്നിട്ട് കല്ല് പുറകിലും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്വർഗം മുമ്പിലുമാകണം. ഹല്ലേലൂയ. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. സ്വർഗത്തോളം എത്തുന്ന ഒരു കോവേണി. ഒരു കോവേണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തോളം എത്തുമ്പോൾ എത്ര, ഈ ചന്ദ്രനിൽ പോകുന്ന എത്ര ദൂരമാണ്? എനിക്ക് തോന്നുന്നില്ല. ഈ ഏണി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കയറാവുന്ന സൈസാണ് ഏണി, അല്ലേ? കയറാവുന്ന അപ്പുറത്ത് അങ്ങ് ദൂരെ നിന്നല്ലോ, കയറും ഇറങ്ങുകയും ചെയ്യുന്ന. അപ്പം സ്വർഗം നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടി ഒത്തിരി അടുത്താണ്. അപ്പനേക്കാൾ അടുത്താണ് സ്വർഗം, അമ്മയേക്കാൾ അടുത്താണ്. യാക്കോബിന് മനസ്സിലായി, സഹോദരനേക്കാളും വീടിനേക്കാളും അടുത്താണ്. എൻ്റെ തലയിൽ കല്ലുകൊണ്ട് വേദനയുണ്ടെങ്കിലും അവിടെ എനിക്ക് സുഖമായി ഉറക്കം തരുന്നെങ്കിൽ അതാ സ്വർഗം. പ്രൈസ് ദി ലോർഡ്. എന്താ നിങ്ങളുടെ സ്വർഗം? നിന്റെ പ്രതിസന്ധിയുടെ നടുവിലും സമാധാനത്തോടെ ദൈവത്തെ നിനക്ക് ആരാധിക്കാൻ പറ്റിയെങ്കിൽ ദൈവദാസ വിളിച്ചു പറ, അതാ എൻ്റെ സ്വർഗം. ആവശ്യങ്ങളുടെ കൂമ്പാരം എൻ്റെ ഇടം വലം നിൽക്കുമ്പോഴും അതിൻ്റെ നടുവിലും ആത്മാവിൽ പാടാൻ പറ്റിയെങ്കിൽ അതാ നമ്മുടെ സ്വർഗം. ഹല്ലേലൂയ. അക്ഷര വിദ്യാഭ്യാസം കുറവാണെങ്കിലും ആത്മീയ വെളിപ്പാടുകൾ അകക്കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുന്നെങ്കിൽ അവിടെ സ്വർഗമുണ്ടെന്നതിൻ്റെ തെളിവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തടസ്സം തലയണയായി മാറണം. തീരുന്നില്ല. ഇന്നലത്തെ തടസ്സത്തെ തലയണയാക്കി മാറ്റിയാൽ ഇതിനൊരു ശുഭഭാവിയുണ്ട്. പ്രതിസന്ധികളെ, ഹല്ലേലൂയ, നിങ്ങളുടെ ഈ ജീവിതത്തിനകത്ത് നിങ്ങൾ ആശ്വാസമാക്കുമെന്ന് തീരുമാനിച്ചാൽ അവിടെ ഒരു ശുഭഭാവിയുണ്ട്. ആ ശുഭഭാവിയാണ് അതിന്റെ 18-19 വാക്യങ്ങൾ. യാക്കോബ് അതികാലത്ത് രാവിലെ എഴുന്നേറ്റ് തലയണയായി വെച്ചിരുന്ന കല്ലെടുത്ത്, ശ്രദ്ധിക്കണം പദം കേട്ടോ, തലയണയായ വെച്ച കല്ല്. ഇന്നലെ ഇത് പ്രോബ്ലം ആയിരുന്നു, അത് പില്ലറാക്കി. നിങ്ങൾ മറക്കാതിരിക്കാൻ ഈ പദം പറഞ്ഞത്. ഇന്നലത്തെ തടസ്സം തലയണയാക്കിയപ്പോൾ നാളെ അത് തൂണായി മാറും. വെറും തൂണല്ല, എണ്ണയൊഴുകുന്ന കല്ലായി മാറും. പ്രൈസ് ദി ലോർഡ്. ഇന്നലത്തെ നിന്റെ പ്രതിസന്ധി ആലയത്തിലെ ആരാധനയ്ക്കുള്ള വിഷയമായി മാറുമെന്ന്. ഇന്നലത്തെ പ്രശ്നങ്ങൾ ആലയത്തിലെ അഭിഷേകത്തിന് കാരണമായി മാറും. ഇന്ന് രാത്രി എത്ര ഭക്തന്മാർ വിശ്വസിക്കുന്നു, എൻ്റെ ഇരുണ്ട മണ്ഡലത്തിലെ സൂര്യൻ അസ്തമിച്ച രാത്രിയിലെ എൻ്റെ തടസ്സത്തെ ഒരു രാത്രി കൊണ്ട് അഭിഷേകത്തിൻ്റെ തൂണാക്കി മാറ്റുന്ന, എണ്ണയൊഴുകുന്ന കല്ലാക്കി മാറ്റുന്ന റീബാന രഗന. ഞാൻ തടസ്സമെന്ന് പേര് വിളിച്ചതിനെ, വേദനിപ്പിക്കതെന്ന് പേര് വിളിച്ചതിനെ, ഒറ്റിക്കൊടുത്തതും ഒറ്റപ്പെടുത്തിയതുമൊക്കെ നാളെ ഈ ആലയത്തിൽ എണ്ണയൊഴുകുന്ന, ആരാധിക്കുന്ന, അഭിഷേകം നിറഞ്ഞ തൂണായി മാറുമെന്ന് വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്കാമല്ലോ. ഇന്നെൻ്റെ കുടുംബത്തിൽ കല്ല് പോലിരിക്കുന്ന വിഷയം, ഇന്നെൻ്റെ കുടുംബത്തിൽ തടസ്സമായി നിൽക്കുന്നത്, ഇന്നെൻ്റെ കുടുംബത്തിൽ ദൈവ ആരാധനയോടും ദൈവസഭയോടും വിരോധമായി നിൽക്കുന്നത്, ഇന്ന് വേദനിപ്പിക്കുന്ന വാക്കുകളും കുത്തി മുറിവേൽപ്പിക്കുന്ന ചിന്തകളുമായി ആലയത്തിൽ പോകുമ്പോഴും ഹൃദയത്തിനകത്ത് നിന്നയുടെ കനൽ കോരിയിടുന്ന ചില സംഭവങ്ങളും വിഷയങ്ങളും വ്യക്തികളും വരും ദിവസങ്ങളിൽ ഈ ആലയത്തിനകത്ത് ആത്മാവിൽ കത്തിജ്വലിക്കുന്ന, നിർത്താതെ അന്യഭാഷ പറയുന്ന വിശ്വാസത്തിന്റെ തൂണുകളായി മാറുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നവർ എത്ര പേർ കരം നീട്ടി സ്വീകരിക്കും? അങ്ങനെ എൻ്റെ വീട്ടിൽ സംഭവിക്കട്ടെ. എഴുതി തള്ളിയതും എഴുതി മാറ്റിവെച്ചതും കാലിൽ തട്ടി മാറിക്കിടന്നതുമായ കല്ലുകളെ ഇന്ന് രാത്രി സ്വർഗം ഈ പട്ടണത്തിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അത് ആലയത്തിനകത്ത് വന്ന്, അല്ലെങ്കിൽ ഉണങ്ങി വരേണ്ടതല്ല, എണ്ണയൊഴുകുന്ന തൂണുകളായി, എണ്ണ കൊണ്ട് നിറയുന്ന തൂണുകളായി, ആത്മാവിന്റെ എണ്ണ പുതുബലം, പുതിയ വീഞ്ഞ് പകരുന്ന തുരുത്തികളാക്കി മാറ്റിയെടുക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്.
ജീസസ് ജീസസ് ജീസസ്. വിശ്വസിച്ചാട്ടെ. ഹല്ലേലൂയ. പണ്ടുള്ളവയെ നിരൂപിക്കേണ്ട. തടസ്സത്തിൻ്റെ പേര് പറഞ്ഞും അത് വിളിച്ചു പറഞ്ഞും അതിനെക്കുറിച്ച് ആകുലപ്പെട്ടും ആയുസ് പാഴാക്കല്ലേ. അതിനെ പുറകിലേക്കെടുത്ത് തലകണിയാക്കൂ. നാളെ അത് ആലയത്തിൽ തൂണായി മാറും. ഹല്ലേലൂയ. പണ്ടുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, മുമ്പുള്ളവയെ നിരൂപിക്കണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. തടസ്സം തൂണാകുമെന്ന് വിശ്വസിച്ചോണം ഈ വർഷം. പ്രൈസ് ദി ലോർഡ്. ചിന്തയിലേക്ക് മുന്നോട്ട് പോകാം. മൂന്നാമത്തെ ചിന്ത അതേ പുസ്തകം, ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായം, അതിൻ്റെ 17-ാമത് വാക്യം. ഉൽപ്പത്തി 38:17. ഞാൻ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരു കോലാട്ടിൻ കുട്ടിയെ. അല്ലല്ലോ, 37:17. അവർ ഇവിടെ നിന്നും പോയി നാം ദോദാനിലേക്ക് പോക എന്നവർ പറയുന്നത് ഞാൻ കേട്ടു എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ യോസഫ് തൻ്റെ സഹോദരന്മാരെ അന്വേഷിച്ച് ചെന്ന് ദോദാനിൽ വെച്ചു കണ്ടു. ദോദാൻ. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഈ ദോദാന്റെ പ്രത്യേകത? സംഭവ ചരിത്രം പിന്നാലെയുണ്ട്, നിങ്ങൾക്കറിയാം. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പദ്ധതിയിൽ ഉത്കൃഷ്ടനായിരുന്ന യോസഫ് താൻ കണ്ട ദർശനവും സ്വപ്നവും നിമിത്തവും, താൻ ധരിച്ച നിറമുള്ള നിലയെങ്കി നിമിത്തവും, തൻ്റെ ജീവിതം അപ്പൻ തന്നോട് കാണിച്ച സ്നേഹം നിമിത്തവും സഹോദരന്മാരാൽ വെറുക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. 3 കാരണങ്ങളാണ്. ഒന്ന്, അപ്പൻ്റെ സ്നേഹം. ആർക്കെങ്കിലും നിങ്ങളോട് വിരോധം ഉണ്ടെങ്കിൽ ഇത് മാത്രം ഓർത്താൽ മതി. നിങ്ങളൊരു രാത്രി മൊത്തം ഒരു ആലോചിച്ച്, എന്തുകൊണ്ടാണ് ഇവരെന്നോട് ഇത്ര, എല്ലാവരും എൻ്റെ കൂട്ടത്തിലുണ്ടേ, അങ്ങനെ ആലോചിച്ചില്ലേ, ഇത്രയൊക്കെ ഗുണം ചെയ്തിട്ട് ഇവർക്ക് എന്താ എന്നോട് ഇത്ര വിരോധം? ഇത്രയേ ഉള്ളൂ കാരണം, അപ്പൻ്റെ സ്നേഹം നിങ്ങൾക്കുണ്ട്. ഹല്ലേലൂയ. അപ്പൻ്റെ സ്നേഹമുള്ളത് കൊണ്ടാണ് അശുദ്ധ ശക്തികൾക്ക് നിങ്ങളോട് വിരോധം. ഹല്ലേലൂയ. നിത്യസ്നേഹം കൊണ്ട് അവൻ നമ്മെ സ്നേഹിച്ചതും പാപത്തിൻ്റെ പടുകുടിയിലും ചെളിക്കുണ്ടിലും കിടന്ന നിങ്ങളെ നിത്യരാജ്യത്തിന് ഓഹരിക്കാരാക്കി മാറ്റിയ ഒറ്റ കാരണത്താലാ ലോകം നിങ്ങളെ പകയ്ക്കുന്നത്. അല്ലാതെ വേറൊരു കാര്യമൊന്നുമല്ല. നമ്മൾ ഓർത്ത് 5 സെൻറ്റിൻ്റെ കാര്യം, അതൊക്കെ ചുമ്മാ അതിൻ്റെ പുറകെ കിടക്കുന്നതാണ്. പക്ഷേ കാരണം നിത്യസ്നേഹം. 2, അപ്പൻ സ്നേഹത്തിൻ്റെ അടയാളമായി നിറമുള്ള ഒരു നിലയെങ്കി തയ്പ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. നമ്മെ ധരിപ്പിച്ചിരിക്കുന്ന ഒരു വസ്ത്രമുണ്ട്. ആ വസ്ത്രത്തിൻ്റെ പേര് ഉത്സവ വസ്ത്രമാണ്. ഹല്ലേലൂയ. രോഗം വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും? പാട്ട് പാടും. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും കൂടുതൽ കഷ്ടതയില്ല ദൈവമക്കൾ പാട്ട് പാടുന്നതും പാട്ട് എഴുതുന്നതും. പ്രൈസ്. നല്ലൊരു പാട്ട് കേൾക്കുമ്പോൾ ഓർത്തോണം, ആ ദൈവദാസന് ഏതോ കഷ്ടതയിൽ കൂടെ കടന്നു പോയെന്ന്. അതിനായി ദൈവത്തിന് സ്തോത്രം. അപ്പോഴാണ് നമ്മൾ പറഞ്ഞത്, വലിയ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി. ആ ഗുണം എന്താ? നിന്റെ ചട്ടങ്ങളെ പഠിച്ചു. പ്രൈസ് ദി ലോർഡ്. ആനയെ ചട്ടം പഠിക്കുന്ന പോലെ ദൈവമക്കൾ പഠിച്ച ചട്ടങ്ങളൊക്കെ എവിടുന്ന് പഠിച്ചതാ? കഷ്ടതയിൽ കൂടി പഠിച്ചതാണ്. സ്തോത്രം. മുന്നോട്ട് പോകട്ടെ. 3, ദൈവം കൊടുത്ത സ്വപ്നം. 2 തരത്തിലുള്ള സ്വപ്നമാണ് യോസഫിന് കിട്ടിയത്. ഏതൊക്കെയാണ്? നിങ്ങളുടെ തീമുമായിട്ട്, കൊയ്ത്തുമായി ബന്ധപ്പെട്ടതാണിത്. എന്താണ് യോസഫിന് കിട്ടിയ സ്വപ്നങ്ങൾ? 1, ഉറക്കെ പറഞ്ഞാട്ട്, യോസഫ് കണ്ട സ്വപ്നം കേട്ടില്ല. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ആരെ നമസ്കരിക്കുന്നു? അപ്പോൾ ഉയരത്തിലെ തിളക്കമുള്ള കാഴ്ചയാണ് ഒരു സ്വപ്നം. പ്രൈസ് ദി ലോർഡ്. 2, നിലത്തെ കറ്റകളിൽ തൻ്റെ കറ്റ മാത്രം എഴുന്നേറ്റ് നിൽക്കുന്നു, ബാക്കിയെല്ലാം. അപ്പം മണ്ണിലും വിണ്ണിലും സ്വപ്നമുള്ളവനാണ് ദൈവ പൈതൽ. സ്തോത്രം. എന്താണെന്നുള്ളത് ഞാൻ തെളിയിക്കാം സമയമുണ്ടെങ്കിൽ. ആ സ്വപ്നം നിമിത്തവും വസ്ത്രം നിമിത്തവും സ്നേഹം നിമിത്തവും സഹോദരന്മാർ അസൂയപ്പെട്ട് പകച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി അപ്പച്ചൻ ജോലി കൊടുത്ത് വിടുന്നത്. മകനെ, ഈ ആഹാരമെല്ലാം പൊതിഞ്ഞ് കെട്ടിക്കൊണ്ട് ചേട്ടന്മാരെ ഒന്ന് തിരക്കി പോകണം. അങ്ങനെ പോയി ജോസഫ് എത്തിയ സ്ഥലം ഷേഗേം. ഷേഗേമിലെത്തിയപ്പോൾ സഹോദരന്മാർ അവിടെ ഇല്ല. അപ്പോഴാണ് വഴി പോകുന്ന ഒരുവൻ പറഞ്ഞത്, അവരെങ്ങോട്ട് പോയിട്ടുണ്ട്? ദോദാനിൽ പോയിട്ടുണ്ട്. ഇനി നമ്മുടെ സംഭവം. ദോദാൻ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പ്രത്യേകത, അവിടെ വെള്ളമില്ലാത്തൊരു പൊട്ടക്കിണറുണ്ട്. ഇനിയും ആ സ്ഥലത്ത് നാം വായിച്ച വാക്യങ്ങളിലേക്ക് വരുമ്പോൾ 37:17 മുതലുള്ള വാക്യങ്ങളിൽ ജോസഫ് ദൂരേന്ന് വരുന്ന കണ്ടപ്പോഴേ സഹോദരന്മാർ പറഞ്ഞു, അവനെ ദൂരേന്ന് കണ്ടപ്പോഴേ തിരിച്ചറിഞ്ഞുവെന്നാണ്. എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? ഈ വസ്ത്രം, പ്രൈസ് ദി ലോർഡ്, നിറമുള്ള വസ്ത്രം, അവർക്കില്ലാത്തൊരു വസ്ത്രം അവനുള്ളത് കൊണ്ടാണ് ദൂരെ വെച്ച് അവനെ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞത്. വന്നപ്പോൾ അല്ല പറഞ്ഞു, ഇതാ വരുന്നു സ്വപ്നക്കാരൻ, നമുക്ക് ഇവനെ എന്ത് ചെയ്യണം? കൊന്നുകളയണം. നമ്മുടെ വിഷയം അതൊന്നുമല്ല. എൻ്റെ ചിന്ത ദോദാനെക്കുറിച്ച് പറയാനാണ് വരുന്നത്. അങ്ങനെ ദോദാൻ അല്ലേ പൊട്ടക്കിണറുള്ള സ്ഥലമാണ്. ഒരു കൊച്ചു സ്വപ്നക്കാരനെ ഒതുക്കിയ സ്ഥലമാണ് ദോദാൻ. ഇന്നലത്തെ ചരിത്രമാണ് ഞാൻ ഈ പറയുന്നത്, ഇന്നത്തെ അല്ല, ഇന്നലത്തെ.
അല്ലല്ലോ, ഒരു കുട്ടി പ്രവാചകനും വളരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു ദോതാനിൽ. സ്വപ്നക്കാരൻ്റെ സ്വപ്നമില്ലാതെയാക്കണം. നിറമുള്ള വസ്ത്രമുള്ളവൻ്റെ വസ്ത്രം വലിച്ചെറിഞ്ഞ് അവനെ വലിച്ചെറിയുന്ന സ്ഥലം പൊട്ടക്കിണർ. അപ്പൻ്റെ സ്നേഹമുള്ളവൻ മരിച്ചുപോയെന്ന് പറഞ്ഞ് നാട് മുഴുവൻ പറഞ്ഞു പരത്തുന്ന സ്ഥലമാണ് ദോതാൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം അടയാളമിട്ടു. അല്ലല്ലോ, ഒരു പ്രവാചകനെ ഒതുക്കിയാൽ ഞാൻ അവിടെ ഒരു പ്രവാചകശാല പണിയും. ഒരു സ്വപ്നക്കാരനെ ഇല്ലാതാക്കിയാൽ ഞാൻ അവിടെ സ്വപ്നങ്ങളുടെ കൂമ്പാരം ഉണ്ടാക്കും. ഇന്നലകളിൽ നീ മുറിവേറ്റെടുത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്ന സ്ഥലങ്ങളാണ്. ഇന്നലത്തെ സ്വപ്നക്കാരനെ ഒതുക്കിയ സ്ഥലം പൊട്ടക്കിണറുകളും വളർന്നു നിൽക്കുന്ന വെള്ളമില്ലാത്ത അവസ്ഥകളും ചേർന്ന് ഭക്തന്റെ ആത്മീയത്തിന് വില പറഞ്ഞ സ്ഥലമാണ് ദോതാനെങ്കിൽ നമ്മുടെ ചിന്ത അതല്ലല്ലോ. കാലപ്പഴക്കത്തിൽ എന്ത് സംഭവിച്ചു? 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം, രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 6-ാം അധ്യായം, അതിൻ്റെ 13-ാമത് വാക്യം. 2 രാജ 6:13. അരാം രാജാവായ ബെൻഹദദുമായി ഇസ്രയേലിന് യുദ്ധമുണ്ടാകുന്ന സമയത്ത്, അതിൻ്റെ ഞാൻ എടുക്കുന്ന സമയത്തേക്ക് പറയുകയാണ്, താൻ യുദ്ധത്തിന് വേണ്ടി ഒരുക്കുന്ന സകല സന്നാഹങ്ങളും എടുക്കുമ്പോൾ തന്നെ ഇസ്രയേൽ രാജാവിന്, അരാം രാജാവിൻ്റെ തീരുമാനങ്ങൾ മുഴുവൻ ഇസ്രയേൽ രാജാവിനെ അറിയിക്കുന്ന ഒരു സംഭവം. അല്ലല്ല, അരാം രാജാവ് ഭയപ്പെട്ടു. എങ്ങനെ നമ്മൾ സീക്രട്ട് സർവീസ് നടത്തിയ കാര്യങ്ങൾ അങ്ങനെ ഇത്ര പരസ്യം ആയത്? അവൻ്റെ ഭൃത്യന്മാർ പറഞ്ഞു, എൻ്റെ രാജാവെ വിഷയം അങ്ങനൊന്നുമല്ല, നമ്മുടെ കൂടെ ചാരന്മാരൊന്നുമില്ല. രാജാവ് ശയനഗ്രഹത്തിൽ, അടുത്ത വാക്യങ്ങളിൽ പറയുന്നതാണ്, ഉറക്കത്തിൻ്റെ മുറിക്കകത്ത് ഇരുന്നു കൊണ്ട് രഹസ്യമായി പറയുന്നത് പോലും വെളിപ്പെട്ട് കിട്ടുന്ന ഒരു പ്രവാചകൻ ഇസ്രയേലിനുണ്ട്. അപ്പോൾ പറഞ്ഞു അവനെ ആളയച്ച് പിടിക്കണം. പിടിക്കാൻ വേണ്ടി പറഞ്ഞു, GPS ഇട്ടിട്ട് നോക്കിയിട്ട് പറഞ്ഞു എവിടെ ആള് ഇരിക്കുന്നത്. അങ്ങനെ തിരക്കി ചെന്നപ്പോൾ 13-ാം വാക്യം ഇനി വായിച്ചു. നിങ്ങൾ ചെന്ന് അവൻ എവിടെ ഇരിക്കുന്നു എന്ന് നോക്കുവിൻ, ഞാൻ ആളയച്ച് അവനെ പിടിപ്പിക്കും എന്നവൻ കൽപ്പിച്ചു. അവൻ ദോതാനിൽ ഉണ്ടെന്ന് അവന് അറിവ് കിട്ടി. എലീശാ പ്രവാചകൻ വീട് വെച്ച് താമസിക്കുന്ന സ്ഥലത്തിന്റെ പേരാ ദോതാൻ. ഹല്ലേലൂയ. ഇന്നലെ ഒരു കുട്ടി പ്രവാചകന് പോലും വളരുവാൻ സാധ്യതയില്ലാതിരുന്ന സ്ഥലത്തെ പ്രവാചകശാലയാക്കി മാറ്റുന്ന ഒരു ദൈവം. 1-2 പേരല്ല, 100-ലധികം പ്രവാചകന്മാരുണ്ടായിരുന്നു. ആദ്യമേ കൊച്ചൊരു പള്ളി ഉണ്ടായിരുന്നു അവിടെ, കേട്ടോ, അവിടെ സ്ഥലമില്ലായിരുന്നു. അതിൽ 6-ാം അധ്യായത്തിൽ 1-ാം വാക്യം അല്ലേ, പ്രവാചക ശിഷ്യന്മാർ എലീശയോട് ഒന്ന് പറഞ്ഞു, നമ്മൾ പാർക്കുന്ന സ്ഥലം ഇടുക്കമുള്ളത്, അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും യോർദാനോളം പോയി ഒരു മരം വെട്ടിക്കൊണ്ടുവന്ന് ആലയം പണിയണം, വീട് പണിയണം, അല്ലെങ്കിൽ പ്രവാചകശാല പണിയണം, സ്കൂൾ ഓഫ് പ്രൊഫസി, പ്രവാചക ശിഷ്യന്മാരെ വാർത്തെടുക്കണം. ആ ഒരു സ്ഥലമാക്കി ദൈവം എന്തിനെ മാറ്റി? ഇനി എൻ്റെ ഭാഷയെ പറയുകയാണ്, ഈ പൊട്ടക്കിണറ്റിലാണ് ഇതുപോലൊരു പില്ലർ ദൈവം ഇട്ടത്. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ ആത്മീയത്തിന് വില പറഞ്ഞിടത്ത് അടിസ്ഥാനമിടുന്നൊരു ദൈവമുണ്ട്. അല്ല, ഇന്നലകളിലെ ദോതാൻ പ്രവാചകന്മാർക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥലമല്ലായിരുന്നു. ഇന്നലകളിൽ ശുശ്രൂഷക്കാരന് വളരാൻ പറ്റിയ സ്ഥലമല്ലായിരുന്നു. ഇന്നലകളിൽ ദർശനക്കാരനെ ഒതുക്കിയ സ്ഥലമാണ്. ദർശനക്കാരൻ്റെ വസ്ത്രം പറിച്ചുരിയുന്ന പോലെ അവൻ്റെ ശുശ്രൂഷയ്ക്ക് വില പറഞ്ഞ സ്ഥലമാണ്. അല്ല, 20 വെള്ളിക്കാശ് വിലയിട്ട സ്ഥലമാണ്. അവനെ വിദ്യാനിലേക്ക് അടിമയാക്കി വിറ്റ സ്ഥലമാണ്. പക്ഷെ കാലപ്പഴക്കത്തിൽ അതിനെ ആരാധന സ്ഥലമാക്കി, പ്രവാചകശാലയാക്കി, ദർശനമുള്ള സ്ഥലമാക്കി മാറ്റുവാൻ ദൈവം പദ്ധതി ഒരുക്കിയ പോലെ ഇന്നലകളിലെ ശൂന്യതകൾക്ക് ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് പറയുന്നു, 2023 ശുശ്രൂഷയുടെ വർധനവിന്റെ കാലമായി മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദോതാൻ, ദൈവം ദോതാന്റെ ചരിത്രം മാറ്റി എഴുതി. സ്വർഗീയ സേന ഇറങ്ങി വരുന്ന സ്ഥലമായി മാറിയെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ യോസഫിനെ പിടിച്ചു കെട്ടി പൊട്ടക്കിണറ്റിൽ ഇടുമ്പോഴും വസ്ത്രം വലിച്ചുരിയുമ്പോഴും ഭക്ഷണം തട്ടിയെടുത്ത് 20 വെള്ളിക്കാശ് വിലയിട്ട് മിദ്യാനെ കച്ചവടക്കാരുടെ പക്കൽ കയറ്റി അയക്കുമ്പോഴും ദൂതനൊന്നും ഇറങ്ങി വന്നില്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അതൊരു യാത്രയപ്പ്, ദൈവം ഒരുക്കിയ യാത്രയപ്പാണെങ്കിൽ എന്തിനാ ദൂതൻ ഇറങ്ങി വരുന്നത്? പ്രൈസ് ദി ലോർഡ്. മിസ്രയീമിലെ മന്ദിര കസേരയിലേക്കുള്ള വഴിക്കകത്തെ ഒരു കൊച്ചു സത്രമായിരുന്നു ദൈവം കണ്ട അന്നത്തെ ദോതാൻ. കാലപ്പഴക്കത്തിൽ ദൈവം ഈ ദോതാനെ തിരഞ്ഞെടുത്ത് എലീശ പ്രവാചകൻ വാഴുന്ന പ്രവാചകശാലയായി മാറിയപ്പോൾ അടുത്ത വാക്യങ്ങൾ നിങ്ങൾക്ക് വായിക്കാം. അവനെ പിടിക്കുവാൻ വേണ്ടി ആളയച്ച വൻ സമൂഹം മല മുഴുവൻ വളഞ്ഞു നിൽക്കുമ്പോൾ അകത്ത മുറിയിൽ പകച്ചുപോയ യൗവനക്കാരൻ 6:17 പകച്ചു നിൽക്കുമ്പോൾ എലീശ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവൻ്റെ കണ്ണ് തുറക്കണമേ. ദൈവസഭ പ്രാർത്ഥിക്കാൻ പോകുക. ഞങ്ങൾ കണ്ട മഹത്വം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കാണുവാൻ, ഞങ്ങളുടെ ബാല്യക്കാർ കാണുവാൻ ഇവരുടെ കണ്ണ് തുറക്കണമേ. അഗ്നിമയമായ സേനകളും അഗ്നി അശ്വങ്ങളും ആലയം വളഞ്ഞു നിൽക്കുന്ന പോലെ ഇതിനു നേരെ വിരല് ചൂണ്ടുന്ന, ഇതിനു നേരെ അപവാദം പറയുന്ന, ഇതിനു നേരെ കത്തുകൾ എഴുതുന്ന, ഇതിനു നേരെ രേഖകൾ
കെണികൾ ഉണ്ടാക്കുന്ന ചിലർ കാണത്തക്കവണ്ണം അഗ്നിദൂതന്മാരുടെ സേനകൾ ആലയത്തെ വളഞ്ഞു നിൽക്കുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ കണ്ട് സ്തോത്രം ചെയ്യുന്നു. അത് കാണത്തക്കവണ്ണം ജനത്തിന്റെ കണ്ണ് തുറക്കണമേ, അത് കാണത്തക്കവണ്ണം ജനത്തിന്റെ കണ്ണ് തുറക്കണമേ. ദോദാനിലെ പൊട്ടക്കിണറിനെ ചുറ്റി വളഞ്ഞു നിൽക്കുന്ന അഗ്നിദൂതന്മാരുടെ സേനകൾ ആലയത്തിന് ചുറ്റും വെളിപ്പെട്ടു വരുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഏലിശായ്ക്ക് ഒരു സംശയമില്ല. കാരണം അകത്തെ മുറിക്കകത്തിരിക്കുന്ന ഏലിശ ആ ജനലിൽ കൂടെ പോലും പുറത്തോട്ട് നോക്കാതല്ലേ പറഞ്ഞത്, ഇവൻ കാണത്തക്കവണ്ണം ഇവൻ്റെ കണ്ണ്. കാരണം നമ്മോട് കൂടെ ഉള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ എന്താ കാരണം? പ്രൈസ് ദി ലോർഡ്. ചില നാളുകൾക്ക് മുമ്പ് യോർദാൻ്റെ തീരത്ത് തൻ്റെ യജമാനനായ ഏലിയാവിനെ അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളും എടുക്കുമ്പോൾ അന്ന് ഏലിശ കൺകുളിർക്ക കണ്ടു, സ്വർഗത്തിൽ അഗ്നിരഥമുണ്ട്, സ്വർഗത്തിൽ അഗ്നിസേനയുണ്ട്, സ്വർഗത്തിലെ അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്കുണ്ട്. അത് ഒരിക്കൽ കണ്ടാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പുതുക്കാൻ മാത്രം ചെയ്താൽ മതി, അതിനുവേണ്ടി ഇറങ്ങി ഓടേണ്ടതെന്ന്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ദർശനം കിട്ടിയവരാണെങ്കിൽ, ഒരിക്കൽ വെളിപ്പാട് കിട്ടിയവരാണെങ്കിൽ ഈ 2023 പ്രതീക്ഷിച്ചോ, അതിൻ്റെ സാന്നിധ്യം 100 മടങ്ങോടെ എൻ്റെ ചുറ്റും ഇറങ്ങി വരും. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ആലയത്തിൽ, ഈ ദോദാന് ചുറ്റും. ഹല്ലേലൂയ. ഇന്നലകളിൽ ഞങ്ങളെ ഞെരുക്കിയ, ഇന്നലകളിൽ ഞങ്ങളെ വലിച്ചെറിഞ്ഞ സകല സ്ഥലങ്ങളെയും ദൈവദൂതന്മാർ സേനകളായി ഇറങ്ങി വരുന്ന സ്ഥലങ്ങളാക്കി ആത്മാവിൽ കണ്ട് ശുശ്രൂഷയ്ക്ക് ഇറങ്ങിക്കോ. ഹല്ലേലൂയ. എനിക്കറിയത്തില്ല തിരുവനന്തപുരം ഡിസ്ട്രിക്ട്, ഇത് കന്യാ ഡിസ്ട്രിക്റ്റിലല്ലോ, ഏതെല്ലാം സ്ഥലത്ത്, ഈ പാറശാലയ്ക്ക് ചുറ്റുമുള്ള ഏതെല്ലാം സ്ഥലത്തെ നോക്കി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എവിടെല്ലാം പ്രതിസന്ധികളുടെ കുഴികൾ കുഴിച്ചിട്ടുണ്ടോ, അതിൻ്റെ നടുവിലൊക്കെ ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്ന കാലഘട്ടം. ദോദാനെ അഭിഷേകത്തിൻ്റെ തൈലം കൊണ്ട് ദൈവം നിറയ്ക്കുന്ന കാലഘട്ടമാണെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ഹല്ലേലൂയ. അപ്പം നമ്മൾ 3 കാര്യങ്ങളാണ് ചിന്തിച്ചത്. പണ്ടുള്ളവയെ ഓർക്കണ്ട, മുമ്പുള്ളവയെ നിരൂപിക്കേണ്ട. ഇതാ പുതിയതൊന്ന് ചെയ്യുന്നു. സ്തോത്രം. അടുത്തൊരു സംഭവം പുറപ്പാട് പുസ്തകത്തിലേക്ക് വരാം. അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ. പുറപ്പാട് 2-ന്റെ 3-4 വാക്യങ്ങൾ. പിന്നെ ഒളിച്ചു വെപ്പാൻ കഴിയാതെ ആയപ്പോൾ അവൾ ഒരു ഞാങ്ങണപ്പെട്ടകം വാങ്ങി അതിന് പശയും കീലും തേച്ചു, പൈതലിനെ അതിൽ കിടത്തി, നദിയുടെ അരികിൽ ഞാങ്ങണയുടെ ഇടയിൽ വച്ചു. അവന് എന്ത് ഭവിക്കുമെന്ന് കാണുവാൻ അവൻ്റെ സഹോദരി പെങ്ങൾ ദൂരത്ത് നിന്ന് മതി. ഏകദേശം 8-നും 12-നും ഇടയ്ക്ക് പ്രായമുള്ള ഒരു പെൺകുട്ടി, പേര് മിരിയ. കൃത്യമായ വയസ്സ് നമുക്കറിയത്തില്ല. കണക്കെടുത്താൽ ഏകദേശം 8-നും 12-നും ഇടയ്ക്ക് പ്രായമുണ്ട്. 9 എന്ന് കൃത്യമായി പറയുന്നവരുണ്ട്. അങ്ങനെ ഒരു വാക്യം കാണാത്ത കൊണ്ട് ഞാൻ അതിനു വേണ്ടി മുതിരുന്നില്ല. എന്നാലും 8-ഉം 12-ഉം നമുക്ക് കണക്ക് കൂട്ടി എടുക്കാൻ പറ്റും. ഓക്കെ. ഈ സഹോദരി ഈ 8 വയസ്സുള്ള അല്ലെങ്കിൽ 12 വയസ്സുള്ള പെൺകൊച്ച് കാണുന്ന ഒരു കാഴ്ച. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മോശയുടെ ചരിത്രമൊന്നും പറയാൻ പോകുകയല്ല. ഒരു സഹോദരൻ താഴും, മരിക്കും, ഇല്ലാതെയാകും എന്ന് പറഞ്ഞിടത്ത് ഒരു സഹോദരൻ വെള്ളത്തിൽ നിന്ന് കയറി വരുന്ന കാഴ്ച ഈ പെൺകുട്ടി കണ്ടു. സ്തോത്രം പറഞ്ഞാട്ടെ. എന്തിനാ സ്തോത്രം പറഞ്ഞത്? കർത്താവേ, എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒന്നെങ്കിലും രക്ഷപ്പെട്ടല്ലോ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചു, ആരാധിച്ചു. എന്നെ ഹല്ലേലൂയ എൻ്റെ കണ്ണുകൊണ്ട് തന്നെ കാണാൻ ഭാഗ്യമുണ്ടായി. ഒരെണ്ണമെങ്കിലും ഈ ലോകമാം സമുദ്രത്തിൽ മുങ്ങിപ്പോകാതെ കൃപയിലേക്ക് വന്നല്ലോ. സ്തോത്രം. തൃപ്തി അടയുവാണോ? അതുകൊണ്ട് തീരുവാണോ? ദൈവദാസൻ ആവേശത്തോടെ ദൈവസഭയെ ഉത്സാഹിപ്പിക്കുകയാണ്. ഓരോ ഏരിയയിൽ, ഓരോ സെക്ഷനുകളിൽ ഒക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമെന്ന്. അത് കേൾക്കുമ്പോൾ ഈ വചനവുമായി ചേർത്ത് വെച്ച് പറഞ്ഞ് ഞാൻ ആവേശം കൊള്ളുകയാണ്. എന്നാൽ വർഷം 80 കഴിഞ്ഞു. 80 വർഷം കഴിഞ്ഞപ്പോൾ ഇതേ സഹോദരി, ഇപ്പോൾ അവൾക്ക് ഏകദേശം 90 വയസ്സ് പ്രായമുണ്ട്. അന്ന് കണ്ട അതേ കണ്ണുകൊണ്ട് ഒരു കാഴ്ച കാണുന്നു. പ്രൈസ് ദി ലോർഡ്. 15-ാം അധ്യായം, പുറപ്പാട് 15-ാം അധ്യായം, അതിൻ്റെ 19-20 വാക്യങ്ങൾ. എന്നാൽ ഫറവോന്റെ കുതിര അവന്റെ രഥവും കുതിരപ്പടയുമായി കടലിന്റെ നടുവിൽ ഇറങ്ങി ചെന്നപ്പോൾ യഹോവ കടലിലെ വെള്ളം അവരുടെ മേൽ മടക്കി വരുത്തി. ഇസ്രായേൽ മക്കളോ, കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടെ കടന്നു പോന്നു. ഇവിടെ ഒരു വ്യക്തിയല്ല, 6 ലക്ഷം കുടുംബം വെള്ളത്തിൽ നിന്ന് കയറി വരുന്നത് അന്ന് കണ്ട ആ പെൺകുട്ടി കണ്ടിട്ട്. 20-ാം വാക്യം. അഹരോന്റെ സഹോദരി മിരിയാം എന്ന പ്രവാചകി കയ്യിൽ തപ്പെടുത്തു. സ്ത്രീകളെല്ലാവരും 92 വയസ്സുള്ള അമ്മച്ചി തുള്ളാൻ തുടങ്ങിയ പിന്നെ കൊച്ചു പിള്ളേർ അടങ്ങിയിരിക്കുവോ? സ്ത്രീകളും ചാടാൻ തുടങ്ങിയ. ഒരാളൊന്ന് ആത്മാവിൽ ചാടിയ ബാക്കി കൂടെ ചാടിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. അനുഭവമുള്ളവർ അടങ്ങിയിരിക്കരുത്. കാരണം ഈ തലമുറ കണ്ടത്
ഈ ജനം വെള്ളത്തിൽ കൂടെ കയറി വരുന്നതാണ്. പക്ഷെ പെട്ടെന്ന് മിരിയാമിന് ഓർമ്മ വന്നു, ഇന്നേക്ക് 80 വർഷം മുമ്പ് കൊല്ലും, പിന്തുടരും, പിടിക്കും, ഇല്ലാതെയാകുമെന്ന് പറഞ്ഞു ഫറവോൻ്റെ വാൾ ആഞ്ഞു വീശിയ കാലത്ത് ഒരു സഹോദരൻ വെള്ളത്തിൽ നിന്ന് കയറി വരുന്നു. 80 വർഷം കൊണ്ട് 80 ലക്ഷം പേരെ വിശ്വാസത്തിൻ്റെ ഹല്ലേലൂയ തീച്ചൂളയിൽ കൂടെ കടന്ന് പുറത്തെടുക്കുവാൻ ദൈവത്തിൻ്റെ പദ്ധതി കണ്ടപ്പോൾ അവൾ എങ്ങനെ പാടാതിരിക്കും? ഇന്നലകളിലെ ഓർമ്മയുള്ളവർക്ക് ഇന്ന് ആത്മാവിൽ നൃത്തം ചെയ്യാം. ഇന്നലകളിൽ കണ്ട കാഴ്ചയെ 100 മടങ്ങ് വർദ്ധിപ്പിച്ച ദൈവത്തിന് സ്തോത്രം. ഇന്നലകളിലെ നിരാശകളെ ആഘോഷമാക്കി മാറ്റിയ ദൈവത്തിന് സ്തോത്രം. ഇന്നലകളിലെ എണ്ണം പറഞ്ഞ വിഷയത്തെ ഇന്ന് എണ്ണിയാൽ ഒടുങ്ങാത്ത വിഷയമാക്കി മാറ്റിയ അത്യുന്നതനെ ആത്മാവിൽ ആരാധിപ്പാൻ, തപ്പെടുത്ത് നൃത്തം ചെയ്യുവാൻ, പാട്ടുപാടി സ്തോത്രം ചെയ്യുവാൻ, കരമടിച്ച് സ്തുതിപ്പാൻ, കരമുയർത്തി അഭിവാദം ചെയ്യുവാൻ എത്ര പേര് തയ്യാറാകും? സഹോദരി, നീ കണ്ട അതേ കാഴ്ചയ്ക്ക് 100 മടങ്ങ് വിലയിടുന്ന ഒരു ദൈവത്തെ ഞാൻ ആത്മാവിൽ പരിചയപ്പെടുത്തുന്നു. പണ്ടുള്ളവയെ ഓർക്കണ്ട. ഒരു സഹോദരൻ വെള്ളത്തിൽ നിന്ന് കയറി വന്നത് നീ കണ്ടെങ്കിൽ ആയിരക്കണക്കിന് സഹോദരങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത സഹോദരങ്ങൾ വെള്ളത്തിൽ നിന്ന്, സ്നാനക്കടവിൽ നിന്ന് കയറുന്നത് കാണുവാൻ എത്ര പേര് തയ്യാറാകും? പ്രിയബാല, ആത്മനിറവുള്ളവരായി കൂട്ട സ്നാനങ്ങൾ എല്ലാ ആഴ്ചയിലും ഈ സഭയിൽ നടക്കട്ടെ. കൂട്ട സ്നാനങ്ങൾ എല്ലാ ആഴ്ചയിലും ഈ സഭയിൽ നടക്കട്ടെ. 1ഉം 2ഉമല്ല, 1ഉം 10ഉമല്ല, എണ്ണിയാൽ ഒടുങ്ങാത്ത സ്നാനങ്ങൾ ആലയത്തിൽ നടക്കട്ടെ എന്ന് ആത്മാവിൽ ആശിക്കുന്നു, ദൂത് പറയുന്നു. അത് കാണുവാൻ, അത് കണ്ട് ആരാധിപ്പാൻ, അത് കണ്ട് തപ്പെടുക്കുവാൻ, അത് കണ്ട് നൃത്തം ചെയ്യുവാൻ, അത് കണ്ട് കീബോർഡ് വായിക്കുവാൻ, അത് കണ്ട് ഡ്രംസ് വായിക്കുവാൻ, അത് കണ്ട് നൃത്തം ചെയ്യുവാൻ എത്ര പേർ തയ്യാറാകും? ദുരബല ശിഖമാന വൈഡമാന ഹതുര ദഗനഹ സ്യാരഗന പ്രൗഢേ. ഇന്നലകളെ മാറ്റിമറിക്കുന്നൊരു ദൈവപ്രവൃത്തി. പ്രൈസ് ദി ലോർഡ്. ഒന്ന് സമർപ്പിച്ചു കൊടുത്താൽ മതി. ഈ 80 വർഷം കൊണ്ട് മിരിയാമിന് എന്ത് മാറ്റം ഉണ്ടായി? ഇവിടെ വായിച്ചത് മിരിയാം എന്ന പ്രവാചകി. അപ്പം മിസ്രൈമിലെ ഇഷ്ടിക ചൂളയിൽ അധ്വാനിക്കുമ്പോഴും കൃപാവരം ജ്വലിപ്പിക്കാൻ പറ്റുമെന്ന്. ഹല്ലേലൂയ. കുറച്ച് പേരൊക്കെ ചിറ്റുള്ളി, മത്തങ്ങ, വെള്ളരിക്ക, കുമ്പളങ്ങ എന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ കുറിച്ചിട്ടപ്പോൾ കൃപയുള്ളവർ കൃപാവരം ജ്വലിപ്പിച്ചുകൊണ്ടിരുന്നു. ചെളി പുരണ്ട വസ്ത്രം ധരിക്കുമ്പോഴും മടുത്തു പോകാതെ, പിറുപിറുത്തു പോകാതെ വരം ജ്വലിപ്പിക്കുന്നവരെ ആലയത്തിന് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. നിങ്ങളെ നല്ല പ്രവാചകരാക്കുന്നത് നിങ്ങളുടെ പ്രതിസന്ധികളാണ്. നല്ല ശുശ്രൂഷകൻ പ്രതിസന്ധി കൂടെ കടന്നു പോയിട്ടുള്ളവരാണ്. ചുട്ടുപൊള്ളുന്ന ഓർമ്മകളുള്ളവന് മാത്രമേ ആത്മാവിൻ്റെ തിളക്കത്തോടെ നിൽക്കാൻ കഴിയത്തുള്ളൂ. പൗലോസ് അപ്പോസ്തലൻ സ്റ്റേജ് ചെയ്യുന്നുണ്ട്, പ്രസംഗിക്കുന്ന കണ്ടാൽ എന്തോ കുഴപ്പം. ഫെലിക്സും അഗ്രിപ്പാവൊക്കെ അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇവന് വിദ്യാബഹുത്വത്താൽ എന്താ പറഞ്ഞത്? പ്രാന്ത് പിടിച്ചിരിക്കും. കാരണം അവർക്ക്, ഞാൻ രാവിലെ പറഞ്ഞത്, പത്രോസിനും യോഹന്നാനും സ്കൂളിൽ പോയിട്ടില്ലെന്ന് ആർക്കറിയാം? ഇവർക്കറിയാം. ഈ സന്നഗതിരി സംഘത്തിൽ ഇരിക്കുന്നവർക്കറിയാം അവരെക്കാട്ടി പഠിത്തം ആർക്കുണ്ടെന്ന്? പൗലോസിനുണ്ടെന്ന്. അയ്യോ, അതൊക്കെ ഭയങ്കര രസമാണ്. ഈ അപ്പോസ്തല പ്രവൃത്തി വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആത്മാവിൽ നൃത്തം ചെയ്യും. 2 പേരുടെ ചരിത്രം ആക്ട്സ് ഓഫ് അപ്പോസ്തൽ പ്രാക്സൈസ് എന്നാണ് പറയുന്നത്. വീരന്മാരുടെ, മഹാന്മാരുടെ ചരിത്രം. അതിൻ്റെ ആത്മീയ ഭാഷ പരിശുദ്ധാത്മാവ് കയ്യിലെടുത്ത വീരന്മാരുടെ ചരിത്രം. 1 തൊട്ട് 12 പേരെ മണ്ടനെ കൊണ്ട് മഹത്വകരമായ ശുശ്രൂഷ ചെയ്തതാണ്. 1 തൊട്ട് 13 വരെ. ബുദ്ധിയില്ലാത്തവന് ബുദ്ധി കൊടുക്കുന്ന ചരിത്രമാണ് 1-ാം അധ്യായം തൊട്ട് 12 വരെ. പത്രോസ് എന്ന പഠിപ്പില്ലാത്ത മീൻപിടുത്തക്കാരനെ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയിൽ 1-ാം സ്ഥാനക്കാരനാക്കി മാറ്റിയ ദൈവകൃപയുടെ അളവറ്റ വലിപ്പം. 13-ാം അധ്യായം തൊട്ട് 27-ാം അധ്യായം വരെ ബുദ്ധിയുള്ളവൻ്റെ ബുദ്ധി അബലമാക്കിയിട്ട് കൃപ ജ്വലിപ്പിച്ചതിൻ്റെ ചരിത്രമാണ് പൗലോസ് എന്ന അപ്പോസ്തലനെ ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിച്ചത്. ഈ 2 ചരിത്രങ്ങൾ ചേർന്നതാണ് അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ. അപ്പോൾ ദൈവത്തിന് ആരെയാണ് വേണ്ടാത്തത്? പഠിപ്പുള്ളവനെയും വേണം, ഉറക്കെ പറഞ്ഞാട്ടെന്നേ, പഠിപ്പില്ലാത്തവനെയും വേണം. കാട്ടത്തിപ്പഴം പറക്കുന്നവനെയും ദൈവത്തിന് വേണം. മരത്തിൻ്റെ മുകളിൽ കയറുന്ന, കാട്ടത്തിൽ കയറുന്ന സക്കായിയും യേശുവിന് വേണം. കാളയെ തേടി പോകുന്നവനെയും കഴുതയെ തേടി പോകുന്നവനെയും വേണം. കാളയെ പൂട്ടുന്നവനെ ആർക്ക് വേണം? ദൈവത്തിന് വേണം. ആമോസിനെയും വേണം, സക്കായിയെയും വേണം. വല എറിഞ്ഞവനെയും വല നന്നാക്കുന്നതിനെ വേണം. ചുങ്കം പിരിച്ച് നടക്കുന്ന മത്തായിയും യേശുവിന് വേണം. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ആരെയാണ് വേണ്ടാത്തത്? ഇന്ന് രാത്രി ഞാൻ അപ്പാ റെഡിയാന്നൊരു വാക്ക് പറഞ്ഞാൽ നിങ്ങളെക്കൊണ്ട് അസാധാരണമായ കാര്യങ്ങൾ ചെയ്യിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ കഷ്ടതയുടെ നടുവിലാണ് ശുശ്രൂഷ വെളിപ്പെടുത്തേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോസ്തലനായ പൗലോസ് സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചാൽ അഗ്രിപ്പാവും ഹല്ലേലൂയ ഫെലിക്സും ഹല്ലേലൂയ അവരുടെ ഭാര്യയായ ഹല്ലേലൂയ ദുർസിലയും ബർന്നീക്കൊക്കെ പറയും, നോക്കൂ എന്തൊരു കരുത്തനായ പ്രവാചകൻ, പ്രസംഗകൻ. പിന്നെ ആ പൗലോസ് പക്ഷേ
വീട്ടിൽ വരുമ്പോൾ പൗലോസ് പറയും, കാലനക്കാൻ വയ്യ, എന്താ ശൂലം കുത്തിക്കൊണ്ടിരിക്കുക. പ്രൈസ്തലാണ്. പക്ഷെ പ്രസംഗിക്കാൻ നിൽക്കുമ്പം 4 പേരറിയാതെ നിൻ്റെ മുള്ളിൻ്റെ മുനയെ കൃപ കൊണ്ട് പൊതിയുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എല്ലാ ആരോഗ്യം ഉണ്ടായിട്ടും എല്ലാം തികഞ്ഞിട്ടുമൊന്നുമല്ല ദൈവദാസന്മാർ നിങ്ങളുടെ നടുവിൽ ശുശ്രൂഷിക്കുന്നത്. നിങ്ങളുടെ ദൈവദാസന് വ്യത്യസ്തനല്ല എന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു. പക്ഷേ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ പ്രതിസന്ധികളെയും അതിൻ്റെ നടുവിലെ വേദനകളെയും കൃപ കൊണ്ട് പൊതിയുന്നൊരു ദൈവമുണ്ട്. അതാ ദൈവം പറഞ്ഞത്, എൻ്റെ കൃപ നിനക്ക് മതി. എന്ത് മതി? അല്ല, എനിക്ക് മനസ്സിലായത് ഞാൻ പറയാം, എൻ്റെ അനുഭവത്തോട് ചേർത്ത് വെച്ചു. പ്രസംഗിക്കുമ്പോൾ നിൻ്റെ വേദന 4 പേരറിയാതെ നിൽക്കുവാൻ ഈ കൃപ നിനക്ക് മതി. പാട്ട് പാടുമ്പോൾ 4 പേരറിയാതെ ആത്മാവിൽ നൃത്തം ചെയ്യുവാൻ ഈ കൃപ നിനക്ക് മതി. ലോകത്തിൻ്റെ മുമ്പിൽ നാണം കെടാതെ നിന്നെ പൊതിയുന്നൊരു ദൈവകൃപയുണ്ടെന്നോർത്ത് ഇന്ന് രാത്രി എത്ര പേർ ദൈവത്തിന് സ്തോത്രം ചെയ്യും? മാറാൻ പ്രാർത്ഥിച്ച പല പ്രശ്നങ്ങളും മാറിയിട്ടില്ല. വേദനകൾ അവിടെ തന്നെ ഉണ്ടായിരിക്കാം. ആഗ്രഹിച്ച തുറമുഖത്തൊന്നും നീ എത്തിയെന്ന് വന്നില്ല. ജീവിതത്തിൽ സ്വപ്നം കണ്ടതൊക്കെ ഉടഞ്ഞു പോയെന്ന് വന്നേക്കാം. പക്ഷെ കൃപ മാത്രം ചോർന്നു പോയിട്ടില്ല എന്ന് ഉറപ്പുള്ളവർക്ക് ഇന്ന് രാത്രി സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കാം. അവിടുത്തെ കൃപ മതി. ഹല്ലേലൂയ. പൗലോസേ, കൃപ മതി, കൃപ മതി എന്ന് പറഞ്ഞല്ലോ. ഈ കൃപ മതിയോ? മതി, തീർച്ചയായിട്ടും മതി. ലുസ്രയിൽ വെച്ച് കല്ലെറിഞ്ഞപ്പോൾ ഞാൻ മരിച്ചെന്നോർത്ത് എല്ലാവരും ഓടിപ്പോയപ്പോൾ ചാടി എഴുന്നേറ്റ് പ്രസംഗിപ്പാൻ ആ കൃപ എനിക്ക് മതിയായിരുന്നു. ഹല്ലേലൂയ. എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തപ്പോൾ സിംഹത്തിൻ്റെ വായിൽ അകപ്പെടാതെ വണ്ണം എഫെസോസിൽ രക്ഷപ്പെടുവാൻ ഈ കൃപ എനിക്ക് മതിയായിരുന്നു. കൈകൾ അല്ലിയ ചങ്ങല കൊണ്ട് കെട്ടിയും കാലുകൾ 2 ആമത്തിനകത്തിട്ടും കാരാഗൃഹത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് വസ്ത്രം പരിച്ചുറിഞ്ഞ് കോലുകൊണ്ട് തല്ലി ഹല്ലേലൂയ ഉൾമുറിയിലേക്ക് ഇടുമ്പോഴും അന്ന് രാത്രി ചങ്ങല താളമാക്കി ആരാധിക്കുവാൻ എനിക്ക് കൃപ മതിയായിരുന്നു. എൻ്റെ കൃപ നിനക്ക് മതി എന്ന് ഞാൻ ആവേശത്തോടെ പറയും. ഹല്ലേലൂയ. ചങ്ങലയെ താളമാക്കി ആമത്തെ നോക്കി കരയാതെ ആത്മാവിൽ ആരാധിക്കുവാൻ അപ്പോസ്തലനെ ബലപ്പെടുത്തിയത് ഈ ദൈവകൃപയല്ലാതെ മറ്റെന്താ? ഇന്ന് രാത്രി യഹോവ നിസി ചർച്ചിലുള്ള ഭക്തന്മാരും വ്യത്യസ്തരല്ല. നിങ്ങളുടെ വേദനയെ മറന്ന് സ്വർഗത്തിന് മഹത്വം കൊടുക്കുവാൻ നിങ്ങൾക്ക് കരുത്ത് തരുന്ന ഈ ദൈവകൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ മുള്ള അവിടെ ഇരുന്ന് കുത്തുമ്പോഴും തോളയിലിരിക്കുന്ന തോർത്ത് വലിച്ചെറിഞ്ഞ രോഗി സൗഖ്യമാവും. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇന്ന് രാത്രി നിങ്ങളുടെ പ്രശ്നം മാറിയിട്ട് ശുശ്രൂഷിക്കാമെന്ന് ഓർത്താൽ നടക്കത്തില്ല. എത്ര പേരുണ്ട് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? നിങ്ങൾക്ക് രോഗമുള്ളപ്പോഴും നിങ്ങൾക്ക് രോഗശാന്തി ശുശ്രൂഷ ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇന്ന് രാത്രി കൃപ ഏറ്റെടുക്കണ്ടേ? ഒരു പുതുക്കത്തിന് വേണ്ടി ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാട്ടെ. പാസ്റ്റർക്ക് എല്ലായിടത്തും വന്ന് തലയെ കൈ വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. നിങ്ങളുടെ തൊട്ടു മുമ്പിൽ കടന്നു വരുന്ന വിഷയങ്ങളെ പരിശുദ്ധാത്മ നിങ്ങൾക്ക് വെളിപ്പെടുത്തി അതിനെ ആത്മാവിൽ ശാസിക്കുന്ന കൃപയുടെ വലിപ്പം ദൈവം നിങ്ങളുടെ മേൽ പകരാൻ പോകുകയാണ്. ഇത് ആലയത്തിൻ്റെ വർധനവിൻ്റെ കാലഘട്ടമാണെങ്കിൽ അശുദ്ധ ശക്തികളെ ആട്ടിപ്പായിക്കാനുള്ള അഭിഷേകം നിങ്ങളുടെ അതരത്തിലേക്ക് ദൈവം പകരും. പ്രൈസ്. 1.5 മണിക്കൂർ പ്രാർത്ഥിക്കണമെന്നില്ല. അന്നേരം യേശുവിൻ്റെ നാമം പറയുന്നിടത്ത് നിന്റെ മുമ്പിൽ വന്ന് വെളിപ്പെടുന്ന ദുഷ്ടാത്മ സേനകൾ അത് മടങ്ങിപ്പോകുന്ന കാഴ്ച ആത്മാവിൽ കണ്ട് സ്തോത്രം ചെയ്താട്ട് മുമ്പിൽ വന്നുവിടുന്ന രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അല്ല, നിന്റെ മുഖത്ത് വ്യാപരിക്കുന്ന സന്തോഷം കണ്ട് ഈ ദൈവത്തെ എനിക്ക് വേണമെന്ന് പറയുന്നവരുടെ എണ്ണം വർദ്ധിക്കാൻ പോകുക. മുമ്പുള്ളവയെ നിങ്ങൾ നിരൂപിക്കണ്ട, പണ്ടുള്ളവയെ ഓർക്കണ്ട. ഇതാ യഹോവ പുതിയതൊന്ന് 2023 പുതിയതൊന്ന് ചെയ്യുന്നു. അത് ഇപ്പോൾ തന്നെ പൊട്ടിമുളയ്ക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പം പ്രതിസന്ധി ഉള്ളപ്പോഴും ശുശ്രൂഷിക്കാൻ തടസ്സമില്ല. കാരണം അവൻ്റെ കൃപ നമുക്ക് മതി. അടുത്ത സംഭവം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇന്നലകളെ പാടെ മാറ്റിമറിക്കുന്നൊരു ദൈവ പദ്ധതി. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം. 6-7 കാര്യങ്ങൾ പറയണമെന്ന് എനിക്കുണ്ട്. സമയത്തെ ഭയപ്പെടുന്നു. ആവശ്യമുള്ളത് മാത്രം പറഞ്ഞാൽ മതി എന്ന നിർബന്ധവും എനിക്കുണ്ട്. 11-ാം അധ്യായം യോഹന്നാൻ 11-ന്റെ 39 പ്രൈസ് ദി ലോർഡ്. കല്ലു നീക്കുവിനെന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത കർത്താവെ നാറ്റം വെച്ച് തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. സഹോദരി പറയുകയാണ്, മാർത്ത പറയുകയാണ്. നമുക്ക് ആ ചരിത്രം ഒന്നും പഠിക്കണ്ട, ഈ സംഭവം മാത്രം മതി. ഇപ്പം ഇത് അനക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ വിഷയത്തെ തൊടാതിരിക്കുന്നതാണ് നല്ലത്. തൊട്ടാൽ എന്ത് ചെയ്യും? പറഞ്ഞാട്ടെ, നിങ്ങൾ പറഞ്ഞാട്ടെ. തൊട്ടാൽ അത് ആങ്ങളെയാണേലും പെങ്ങളാണേലും അമ്മയാണേലും അമ്മായിയമ്മയാണേലും തൊടാതിരിക്കുന്നതാ. അങ്ങനെ നിങ്ങൾ പറഞ്ഞാലൊന്നും ദൈവം പോകത്തില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. നാറ്റം വെച്ച വിഷയമാണെന്ന് നീ പറഞ്ഞ ഭവനത്തിനും പരിസരത്തിലും ദൈവം മാർക്കിട്ടാൽ അതിൻ്റെ അവസ്ഥ മാറും. എന്താ സംഭവിച്ചത്? 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ.
യേശു മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച ലാസർ പാർത്ത ബഥാനിയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുൻപേ വന്നു. അവിടെ അവർ അവൻ ഒരു അത്താഴം ഒരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. സംഭവമൊക്കെ നമുക്കറിയാം. മറിയ യേശുവിന്റെ കാൽക്കൽ ഇരുന്നു, അല്ലെങ്കിൽ ലാസറും പന്തിയിൽ ഇരിക്കുകയാണ്. അടുത്ത വാക്യം. ലാസർ അവനോടുകൂടെ പന്തിയിൽ ഇരുന്നവരിൽ ഒരുവനായിരുന്നു. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജഡ മാംസി തൈലം എടുത്ത് ഒരു റാത്തലെടുത്ത് യേശുവിന്റെ കാലിൽ പൂശി തന്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. തൈലത്തിന്റെ മതി സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. 4 ദിവസം മുമ്പ് 6 ദിവസം മുമ്പ് എന്താ ഇവിടെ പറഞ്ഞത്? നാറ്റം വെച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴോ വീടിനകത്തു നിന്ന് സൗരഭ്യം പുറത്തോട്ട് ഒഴുകുക. ഇന്നലകളിലെ ചീഞ്ഞു നാറുന്ന വിഷയത്തെ, ഹല്ലേലൂയ, മൂക്കുപൊത്തിയ വിഷയത്തെ സൗരഭ്യമുള്ളതാക്കി മാറ്റുക ദൈവത്തിന് കഴിയുമെന്ന്. ഏതോ ഒരു ഭീതി നിന്നെ വല്ലാതെ വ്യാപരിക്കുന്നുണ്ട്. ഏതോ ഒരു പ്രതിസന്ധി നിമിത്തമാണ് നീ ഇന്ന് രാത്രി തലകുനിച്ചിരിക്കുന്നത്. പക്ഷെ അത് സൗരഭ്യമുള്ളതാക്കി മാറ്റുക. കല്ലറയ്ക്കകത്ത് പോയെന്ന് പറയുന്നത്, കയ്യും കാലും കെട്ടിയെന്ന് പറയുന്നത്, കല്ല് വെച്ച് അടച്ചുവെന്ന് പറയുന്നത്, ഇന്ന് രാത്രി പന്തിക്കിരിക്കുന്ന കാഴ്ച സഭയ്ക്കൊരു ആവേശമായി മാറട്ടെ. ഹല്ലേലൂയ. എൻ്റെ വാക്കിലൂടെ അവസാനിപ്പിക്കുവാൻ എനിക്ക് ആത്മാവിൽ ഒരു നിയോഗം. പ്രൈസ് ദി ലോർഡ്. അല്പസമയം നാം ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി മടങ്ങണം. ഇന്നലകളെ ദൈവം എൻ്റെ മാറ്റിമറിക്കും എന്ന് വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ച് തുടങ്ങിക്കും. നാറ്റമെന്ന് പറഞ്ഞിടത്ത് ഒരു സുഗന്ധം. ഇന്നലകളിൽ നാറ്റമെന്ന് സ്വന്തം സഹോദരി വിലയിട്ട ചിലർക്ക് വിലപിടിപ്പുള്ളതാക്കി മാറ്റുവാൻ ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെട്ടിരിക്കുക. ഒരു പന്തി ഇതാ ഒരുങ്ങിക്കഴിഞ്ഞു. ആത്മാവിൻ്റെ ഒരു പന്തി ഇന്ന് രാത്രി. അതിനകത്ത് ആരുണ്ട്? നീ നാറ്റമെന്ന് പറഞ്ഞ വിഷയം ഈ പന്തിക്കകത്ത് ഞാൻ കാണുന്നു. ലാസർ അവരിൽ ഒരുത്തനായിരുന്നു. എഴുതിത്തള്ളിയ വിഷയത്തെ എഴുതി ചേർക്കുന്ന ഒരു ദൈവമാണ് ഇന്ന് രാത്രി നമ്മുടെ ഇടയിൽ സഞ്ചരിക്കുന്നത്. എല്ലാ കണ്ണുകളും അടച്ചു പ്രാർത്ഥിച്ചു തുടങ്ങിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതോ ഒരു വിഷയം നീ എഴുതിത്തള്ളി. അതിന് കാരണമുണ്ട്. ദിവസത്തിൻ്റെ പഴക്കമാണ് ഒന്നാമത്തെ കാരണം. 4 ദിവസം. 2 വിഷയത്തിൻ്റെ കാഠിന്യമാണ് മരണം. 3 പ്രതിസന്ധിയുടെ വലിപ്പമാണ്. കല്ലുവാതുക്കൽ വെച്ചിട്ടുണ്ട്. 4 സ്തോത്രമല്ലിയ, അത് തടസ്സത്തിൻ്റെ എണ്ണം കൂടി വന്നു. കയ്യും കാലും കെട്ടി മുഖത്തൊരു മൂടുപടവും ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാത്രി ആത്മാവ് ദൂത് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. കല്ലുരുട്ടി വെച്ചാലും കയ്യും കാലും കെട്ടിയാലും മുഖത്ത് മൂടുപടമിട്ടാലും നാറ്റമാണെന്ന് എഴുതി പറഞ്ഞാലും അതിനെ പുറത്തെടുത്ത് അതിനെ ആവേശമുള്ളതാക്കി മാറ്റുവാൻ, അതിനെ ആകർഷമുള്ളതാക്കി മാറ്റുവാൻ, അതിനെ ആലിംഗനം ചെയ്ത് അതിനെ സൗരഭ്യമുള്ളതാക്കി മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിവുണ്ട്. 2023 ചിലരുടെ കുടുംബത്തിലുണ്ടായ വിഷയത്തിന് ഒരു സൗരഭ്യം തരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. എങ്ങനെ ഇത് സംഭവിക്കുന്നറിയാമോ? അന്ന് ലാസറിന്റെ കല്ലറയ്ക്കൽ ലാസറെ പുറത്തു വരിക എന്ന യേശുവിൻ്റെ ശബ്ദമാണ് ഈ നാറ്റം മാറ്റിയതെങ്കിൽ, ഇന്നും നിങ്ങൾ കേൾക്കുന്ന വചനങ്ങളാണ് നിങ്ങളുടെ കല്ലറകളെ തുറക്കുന്നത്. ലാസറെ പുറത്തു വായെന്ന് യേശു കൽപ്പിച്ചതുപോലെ നിങ്ങളുടെ അകത്തളങ്ങളിൽ ഒതുങ്ങിപ്പോയ നിങ്ങളുടെ മൂടുപടങ്ങളും, നിങ്ങളുടെ കയ്യിലും കാലിലും വീണ ചങ്ങലകളും കെട്ടുകളും, നിങ്ങളുടെ ശരീരത്തിന് വന്നു ഭവിച്ച അസ്വസ്ഥതകളുമൊക്കെ വചനത്താൽ ഈ ദിവസങ്ങളിൽ അതൊരു സൗരഭ്യമായി ദൈവം മാറ്റും. ആത്മശക്തി അവിടെ വെളിപ്പെടും. ഒരു ദൂതൂടെ പറഞ്ഞ് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവിനെ കല്ലറയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ശരീരത്തിൻ്റെ സ്ഥിതിയൊക്കെ വായിച്ചാൽ കണ്ണ് നിറഞ്ഞു പോകും. 22-ാം സങ്കീർത്തനവും യെശയ്യാവ് 53 ഒക്കെയാണ്. സുന്ദരനിൽ സുന്ദരനായിരുന്ന 10,000ങ്ങളിൽ ശ്രേഷ്ഠനായിരുന്നവൻ കണ്ടാൽ ആളല്ലാത്ത വിധം വിരൂപമായി മാറി. മുഖത്തെ മാംസകഷ്ണങ്ങൾ അടർന്നു മാറി. മുഖത്തെ രോമം പിച്ചിപ്പറിച്ചു. ഹല്ലേലൂയ. കന്നത്തടിച്ച് ഹല്ലേലൂയ, കവിളിൽ തടിച്ച്, കണ്ണുകെട്ടി തല്ലി, കണ്ടടങ്ങൾ കനത്ത് ഉപയോഗിച്ചു. കൂർത്തുമുർത്ത മുള്ളുകൊണ്ട് കിരീടം തലയിൽ വെച്ച് കോലുകൊണ്ടടിക്കുമ്പോൾ തലയോട് പിളർന്ന് രക്തമൊഴുകുന്നു. ചങ്ക് കൊണ്ട് കുത്തിത്തുളർന്ന് ശരീരം തകർന്നു. ചാട്ടവാറ കൊണ്ട് ആഞ്ഞടിച്ചു മാംസകഷ്ണങ്ങൾ അടർന്നു മാറി. എന്താ സങ്കീർത്തനക്കാരൻ പറയുന്നത്? അസ്ഥികളെല്ലാം ബന്ധം വിട്ടു, അസ്ഥികളെല്ലാം എണ്ണാം, കാണുന്നവർ മുഖം മറയ്ക്കത്തക്കവണ്ണം വിരൂപനായി തീർന്നു. അങ്ങനെ വിരൂപമായ ഒരു ശരീരമാണ് അരിമത്യക്കാരൻ ജോസഫും നിക്കോദിമോസും 100 റാത്തൽ സുഗന്ധമൊക്കെ പൂശിയിട്ട് ഉച്ച മുതൽ പെരുവിരൽ വരെ തുണിയും ചുറ്റിയാണ് എങ്ങോട്ട് കൊണ്ടുപോയത്? കല്ലറയെ കൊണ്ടുപോയത്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഭാരമുള്ള ഒരു കല്ലും അങ്ങോട്ട് വെച്ചു. ആർക്കും തകർക്കുവാൻ കഴിയാത്ത അധികാരത്തിൻ്റെ പ്രൗഢഗംഭീരമായ റോമാ ഗവൺമെൻറ്റിൻ്റെ മുദ്രയും അതിൻ്റെ വാതുക്കൽ വെച്ചു.
ക്രൂരന്മാരായ റോമ പടയാളികളെ കുന്തം കൊടുത്ത് കാവൽ നിർത്തി കല്ലറ വാതിക്കലും വെച്ചു. പക്ഷെ ഞാൻ വായിക്കുന്നു, ഹല്ലേലൂയ, പ്രൈസ് ദി എഫേസ്യ ലേഖനം 1:19, റീബാന രഖനവസ്യാരകല. നിങ്ങൾ അകത്തിരിക്കുന്ന ശരീരത്തിൻ്റെ കാഴ്ച ഞാൻ പറഞ്ഞല്ലോ. അസ്ഥി ഒടിഞ്ഞിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ, ബന്ധം മുഴുവൻ വിട്ട അസ്ഥികൾ. മാംസങ്ങൾ അടർന്നു മാറി, ഗബത മുതൽ ഗോൽഗോത്ത വരെയും രക്തങ്ങൾ ധാരധാരെ ഒഴുകി അവസാനം വെള്ളം വരെ പുറത്തു വന്ന ഒരു ശരീരമായി, കാണുന്നവർ കാർക്കിച്ച് തുപ്പത്തക്കവണ്ണം വിരൂപമായ ഒരു ശരീരം. അത് കാണാതെ വണ്ണം തല മുഴുവൻ പെരുവരൽ വരെ ചുറ്റിക്കെട്ടിയ തുണിക്കെട്ടുകളും മുഖത്തിട്ട റൂമാലുകളും. പക്ഷേ എഫേസ്യർ 1:19, ഈ ശക്തി ക്രിസ്തുവിലും 20-ാം വാക്യം, ഈ ശക്തി ക്രിസ്തുവിലും വ്യാപരിച്ചു. റീബൽ കടകന അല്ലല്ലേ, ക്രിസ്തുവിൽ വ്യാപരിച്ചു. അവനെ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇന്ന് രാത്രി ഞങ്ങൾ ആത്മാവിൽ പറയുന്ന ദൂത്, ദൈവദാസന്മാർ പ്രസംഗിക്കുന്ന ദൈവവചനം, അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തി നിർജീവത്തിൽ വ്യാപരിക്കുമ്പോൾ ഹല്ലേലൂയ, നിന്റെ കയ്യിലെ കെട്ട് അഴിഞ്ഞു മാറും, കാലിലെ കെട്ട് അഴിഞ്ഞു മാറും, നിന്നയുടെ മൂടുപടം അഴിഞ്ഞു മാറും. വിരൂപമായ ശരീരത്തിലേക്ക് ആ ശക്തി വ്യാപരിച്ചപ്പോൾ റീബാന ഹത്തുനാദകന അല്ലല്ലേ, എങ്ങനെ ആ കല്ല് ഉരുണ്ടുമാറിയത്, എങ്ങനെ ആ കട്ട് എഴിഞ്ഞു മാറിയത്, എങ്ങനെ ആ ശരീരത്തിന് രൂപമുണ്ടായത്, എങ്ങനെ ആ തേജസ് ഉണ്ടായത്, എങ്ങനെ ആ കാവൽക്കാർ ഉറച്ചു പോയത്. ഈ ശക്തി ക്രിസ്തുവിലും വ്യാപരിച്ചു. 2023 ആത്മാവിന്റെ ശക്തിയുടെ പ്രദർശനം ആലയത്തിൽ ആർക്കും തടക്കുവാൻ കഴിയാത്ത വണ്ണം, ആർക്കും ഒതുക്കുവാൻ കഴിയാത്ത വണ്ണം, ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ. ചില ആഴ്ചകൾ പ്രസംഗത്തിന് നിവൃത്തിയില്ലാതെ, ചില ആഴ്ചകൾ പാട്ടുപാടുന്നവർക്ക് നിർത്താൻ കഴിയാതെ, ചില ആഴ്ചകൾ ആലയത്തിനകത്ത് നെടുമ്പാട് വീണ് കരഞ്ഞ് മണിക്കൂറുകൾ പോകുന്ന കാഴ്ചകൾ. വ്യത്യസ്തമായ ആത്മീയ അനുഭവങ്ങൾ കൊണ്ട് ആലയം നിറയപ്പെടട്ടെ. േബല വൈഷമനാദന ഹംതര രഗനബനാസ്തര ജുനഗല വൈഡല ദുരമന രഗനഗനാധ്വര ജാനഗനാസ്തര ജാന ഉടബല രഗനബല ഉടല ഹക്ഷര ദുനഗന വൈഡല. അല്ല, ഈ ശക്തി ക്രിസ്തുവിലും വ്യാപരിച്ചു. വിളിച്ചു പറഞ്ഞാട്ടെ, ഈ ശക്തി എന്നിലും വ്യാപരിക്കുന്നു. ഇന്ന് രാത്രി യഹോവനിസി ചർച്ചിന്റെ ഈ കൊച്ചു ബെഞ്ചിലിരിക്കുന്ന എൻ്റെ ദേഹത്തേക്ക് ഈ ശക്തി വ്യാപരിക്കുന്നു. എൻ്റെ കയ്യിലെ കെട്ടഴിയുക, എൻ്റെ കാലിലെ കെട്ടഴിയുക, എൻ്റെ മുഖത്ത് വീണ നിന്നയുടെ മൂടുപടം ഇന്ന് രാത്രി അഴിയുക, എൻ്റെ അസ്ഥികൾക്കേറ്റ ക്ഷതം ഇന്ന് രാത്രി അഴിയുക, എൻ്റെ കണ്ണുകൾക്കേറ്റ അടി ഇന്ന് രാത്രി അഴിയുക, എൻ്റെ തലയിൽ വീണ മുൾക്കിരീടം ഇന്ന് രാത്രി അഴിയുക, എൻ്റെ ഉച്ച മുതൽ പെരുവിരൽ വരെ ചുറ്റിക്കെട്ടിയ കെട്ടുകൾ ഇന്ന് രാത്രി അഴിയുക, എൻ്റെ ശരീരം ക്ഷീണിപ്പിച്ച, മനസ്സ് ക്ഷീണിപ്പിച്ച, ആക്ഷേപിച്ച ആക്ഷേപങ്ങൾ ഇന്ന് രാത്രി അഴിയുക, എനിക്ക് മുപ്പും വെച്ച ഭാരമുള്ള കല്ലുകൾ ഇന്ന് രാത്രി ഉരുണ്ടു മാറുക, എന്നെ ഭയപ്പെടുത്തിയ കാവൽക്കാർ അതിൻ്റെ ആയുധങ്ങൾ ഇന്ന് രാത്രി മുനയൊടിഞ്ഞ് നിലത്ത് വീഴുന്ന കാഴ്ച ആത്മാവിൽ കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, അല്ല, ഈ ശക്തി ക്രിസ്തുവിലും വ്യാപരിച്ചതുപോലെ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന സകല ജനത്തിലും, നിന്റെ ആദരത്തിൽ, നിന്റെ കണ്ണിൽ, നിന്റെ ചെവിയിൽ, നിന്റെ കാലിൽ, നിന്റെ വിരലുകളിൽ, നിന്റെ ഹൃദയത്തിൽ ഈ ശക്തി വ്യാപരിക്കുന്നു. റീബന കല്ലറയെ ഭേദിക്കുന്ന പോലെ ഇന്നായിരിക്കുന്ന കുണ്ടറയിൽ നിന്ന്, കുഴിയിൽ നിന്ന് ചിലത് പുറത്തു വരിക. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, അങ്ങനെ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. അഴിയട്ടെ. അല്ലെ, ശത്രു കെട്ടിയ ദേശത്തിന്റെ കെട്ട്, അല്ലെ പട്ടണ ഭൂതത്തിന്റെ കെട്ട്, ദുരവന മതത്തിന്റെ കെട്ട്, ദുരവന രഗനഗന, അല്ലെ മതവിദ്വേഷത്തിന്റെ കെട്ട്, തെറ്റിദ്ധാരണയുടെ ചങ്ങല, റീബൽ കടകന, പറഞ്ഞു പരത്തി അപവാദത്തിന്റെ അല്ലെ തുണിക്കെട്ടുകൾ, റീക്കനബസ് തല ഉയർത്താതെ മുഖത്തിട്ട മൂടുപടങ്ങൾ ഒക്കെ ഇന്ന് രാത്രി യേശുവിന്റെ മേൽ വ്യാപരിച്ച അതേ ആത്മസാന്നിധ്യം ദൈവസഭയുടെ മേൽ വ്യാപരിക്കുമ്പോൾ ജനത്തിന്റെ മേൽ വീണ് ആ ഭയത്തിന്റെ കെട്ട് ഇന്ന് രാത്രി അഴിയട്ടെ. റീബൽ കടകന വൈഷമനാദി അംദരേ രഗൽ കടകന. യേശുവിൻ്റെ നാമത്തിൽ ജനം സ്വതന്ത്രം പ്രാപിക്കട്ടെ, ജനം സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. കണ്ണുനീരോടെ വിതയ്ക്കുന്ന വർഷത്തിൽ ജനത്തിൻ്റെ മുമ്പിൽ കല്ലായി വീഴുന്നത് ആലയത്തിലെ തൂണായി മാറട്ടെ. കണ്ണുനീരോടെ വിതയ്ക്കുവാൻ ഇറങ്ങുന്ന ജനത്തിൻ്റെ മുമ്പിലെ പൊട്ടക്കിണറുകൾ പ്രവാചകശാലകളായി മാറട്ടെ. കണ്ണുനീരോടെ ഇറങ്ങുന്ന ജനത്തിൻ്റെ മുമ്പിലെ എണ്ണം പറ്റിയ വിഷയങ്ങളെ എണ്ണിയാൽ ഒടുങ്ങാത്ത ആത്മവിഷയങ്ങളാക്കി മാറ്റുന്ന ദൈവപ്രവൃത്തിക്കായി സ്തോത്രം. കണ്ണുനീരോടെ വിതയ്ക്കുവാൻ പുറപ്പെടുന്ന അഭിഷിക്തന്മാരുടെ മുമ്പിലെലിയ കൺകുളിർക്ക കാണുന്ന സ്നാനങ്ങളും അതിൻ്റെ ലക്ഷണങ്ങളും അതിൻ്റെതായ എണ്ണങ്ങളും ഇന്ന് രാത്രി വെളിപ്പെട്ടു വരുമാറാകട്ടെ. ദൈവകൃപ ആസ്വദിക്കുന്ന വർഷമായി മാറട്ടെ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ. പണ്ടുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, മുമ്പുള്ളവയെ നിരൂപിക്കണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. സ്വർഗീയ പിതാവേ, സ്നേഹമുള്ള ദൈവമേ, ഈ വിശുദ്ധ ദൈവസഭയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പട്ടണത്തിൻ്റെ വിളക്കായി ദേശത്തിന് കർത്താവെ സൗരഭ്യമായി എൻ്റെ ദാസിനെയും കുടുംബത്തെയും ദൈവസഭയെ ദൈവം നിർത്തിയല്ലോ. അടിയനും കടന്നു വന്ന് ശുശ്രൂഷിപ്പാൻ ദൈവം ഭാഗ്യം തന്നുവല്ലോ. ഈ സഭ യേശുവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ കർത്താവെ, മേൽക്കുമേൽ ശക്തി പ്രാപിച്ച് യേശു തന്നെ ക്രിസ്തുവെന്ന് പട്ടണത്തിൽ തെളിയിക്കുന്ന അഭിഷിക്തന്മാരെ കൊണ്ട് സഭ നിറയപ്പെടുമാറാകട്ടെ. ആലയങ്ങൾ ഇരിപ്പിടങ്ങൾ ഇരിക്കുവാൻ കഴിയാതെ വണ്ണം ആത്മാക്കളുടെ കവിഞ്ഞൊഴുക ആലയത്തിൽ ഉണ്ടാകട്ടെ. സ്വർഗം അങ്ങനെ ചെയ്യണം. അവിടുത്തെ ദാസിനെയും കുടുംബത്തെയും അത്യധികമായ പുതുബലത്താൽ നിറച്ചാട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ.